ലൈവ് ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത, ഇന്നൊരു ഗസ്റ്റ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നൂർദീദി പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമുക്കൊപ്പമുള്ള അഭിനേത്രിയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. മിമിക്രി നന്നായി ചെയ്യുന്ന, നമുക്കൊക്കെ ഒരു എതിരാളിയാകുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ട്. കലാഭവനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, ഒപ്പം നന്നായിട്ട് ഹ്യൂമർ ചെയ്യുന്ന, നന്നായിട്ട് പാട്ട് പാടുന്ന, നന്നായിട്ട് നൃത്തം ചെയ്യുന്ന, ഒപ്പം നന്നായിട്ട് മാജിക് ചെയ്യുന്ന ഒരു സകലകലാ വല്ലഭയാണ് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ലൈവ് ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം തസ്നി ഖാൻ. ഒരു നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ലൈവ് ഡ്രൈവിലേക്ക്. തസ്നി ഖാൻ, വെൽക്കം വെൽക്കം. താങ്ക് യു. ഞാൻ തസ്നിത്ത എന്ന് വിളിച്ചോട്ടെ? വിളിക്കേണ്ടത്. അതെ. അപ്പോൾ ലൈവ് എഫ്എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു തസ്നി. താങ്ക് യു. എന്താണ് തസ്നി എപ്പോ കാണുമ്പോഴും ഒരു നിറഞ്ഞ ചിരി ഉണ്ടാവും മുഖത്ത്? ചിരിയാണ് മോനെ ജീവിതം. ചിരിയാണ് മോനെ മെയിൻ എന്ന് പറയുന്ന പോലെ അല്ലേ? എന്താണ് ഇപ്പോ ബഹ്റൈനിൽ വന്നതിന്റെ? ഞാൻ ഒരു 15 വർഷത്തിന് ശേഷമാണ് ബഹ്റൈനിൽ വന്നത്. അത് ഒരുപാട് നാളായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗ്യാപ്പായി പോയി ശരിക്കും ഇവിടെ വരാൻ. മുമ്പ് വന്നിരുന്നത് മനോജ് മയ്യന്നൂർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളിയുടെ ഷോയ്ക്ക് കലാഭവൻ മണിച്ചേട്ടന്റെ കൂടെയാണ് വന്നിരുന്നത്. അപ്പം അതിനു മുമ്പ് പുള്ളി എന്നെ ഡയറക്ട് ചെയ്ത ഷോയിൽ വന്ന അത് ഇത്രയും വർഷത്തിന് ശേഷം പുള്ളി ഓർത്ത് വീണ്ടും എന്നെ വിളിച്ചു. അതും ഒരു നല്ല സ്പോൺസറെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മനോജ് മയ്യന്നൂരാണ് ഞങ്ങളുടെ ഷോന്റെ ഡയറക്ടർ. ഷോ ഒക്കെ പൊളിച്ചു എന്ന് കേൾക്കാൻ സാധിച്ചു. പുള്ളി ഭയങ്കര എന്താ പറയാ, ആർട്ടിസ്റ്റുകൾ ഒരുപാട് കെയർ ചെയ്യുന്നതും അതുകൂടാതെ നമുക്ക് നല്ല ഫെസിലിറ്റി, നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഡയറക്ടർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ശരിക്കും അങ്ങനെ കിട്ടാൻ ഒരാളെ. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റൈൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഇവിടെ. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് അത്ഭുതപ്പെടുത്തി എന്നെ. ഒറ്റ ഷോയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ ക്ലബില്. 9-ാം തീയതി കഴിഞ്ഞു. ആകെ 3 ആർട്ടിസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് സോണിയ എന്ന് പറഞ്ഞൊരു സിംഗർ, അത് മറ്റേ മിസ്റ്റർ ഗൗതം മ്യൂസിക് ഡയറക്ടറുടെ വൈഫാണ് പുള്ളിക്ക്. ഓക്കെ. പിന്നെ ഉള്ളത് താജുദ്ദീൻ വടകര, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പിന്നെ ഞാനും. ഞങ്ങൾ 3 പേരെ വെച്ചുള്ള ഒരു ഷോ. ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ല ടെൻഷൻ. ഒരു റിഹേഴ്സലോ കാര്യങ്ങളോ ഒന്നുമില്ല, വാക്കാൽ പറഞ്ഞ മാത്രം കാര്യങ്ങൾ. പണ്ട് നമ്മൾ തട്ട കയറുന്നത് പോലെ. സ്കിറ്റ് ഇല്ല, ഡാൻസ് ഇല്ല. അതും ആലോചിക്കണം. ഷോയുടെ വിജയം മുഴുവൻ സ്കിറ്റും ഡാൻസും. ഇടക്കൊക്കെ നമുക്കൊരു ആശ്വാസത്തിന് പാട്ടുകൾ ഇട്ട് കൊടുക്കാറ്. ഇത് പാട്ട് മാത്രം എന്ന് പറയാൻ പാട്ടധികം പാടാത്ത ഞാനാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബഹ്റൈൻ സിസ്റ്റേഴ്സ് എന്നെ വിളിക്കുന്നത് അവരുടെ ഒരു ഫംഗ്ഷന് നിലവിളക്ക് കൊടുത്തുമ്പോ തസ്നിത്തയും വരണം എന്നുള്ളൊരു ഇതിലാണ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ വന്ന് വെറുതെ വിളക്ക് കൊളുത്തി പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കില്ല. മാജിക് കാണിക്കാൻ ഞാൻ നോക്കിയപ്പോ ബാക്കിൽ മുഴുവൻ ഓർക്കസ്ട്രക്കാര്. മാജിക്കിന്റെ ആ ഒരു ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒരു കൈയടക്കം ചെയ്യാൻ പറ്റില്ല. അവന്മാരെല്ലാം കണ്ടുപിടിക്കും. പിന്നെ എന്റെ കയ്യിൽ എന്താ ഉള്ളത്, ഒറ്റക്ക് നിന്ന് സ്കിറ്റ് കളിക്കാനും പറ്റില്ല. പിന്നെ ഏക രക്ഷ പാട്ട്. അപ്പൊ ബഹ്റൈനിൽ വന്ന ഒരു പാട്ടുകാരി കൂടിയായി. അല്ല, നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. ഇല്ല, ഞാൻ കലാഭവനിൽ ഗാനഭൂഷണത്തിനാണ്, അതൊക്കെ വേറെ കാര്യം കേട്ടോ. പക്ഷെ അവിടെ വോക്കൽ, സാൻസ്ക്രിറ്റ് ആൻഡ് പിന്നെ വോക്കൽ, സാൻസ്ക്രിറ്റ്, വീണ, ഈ 3 ഉണ്ടായിരുന്നത്. അപ്പൊ വീണ ക്ലാസ്സിലും സാൻസ്ക്രിറ്റ് ക്ലാസ്സിലാണ് ഞാൻ കൂടുതൽ ഉണ്ടാവാം. വോക്കലിന്റെ അധികം ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരിത്തിരിയൊക്കെ പഠിച്ചതിന്റെ ഒരു ഗുണം ഇപ്പൊ കിട്ടി. അപ്പൊ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഏതായാലും ഷോയുടെ പേര് വിസ്മയ സന്ധ്യ എന്നായിരുന്നു. അതൊരു വിസ്മയ സന്ധ്യ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പ്രോഗ്രാമിന് തലേന്നൊക്കെ നമുക്ക് ഇവിടെ മെസ്സേജസ് ആയിരുന്നു, ഓൾ ദി ബെസ്റ്റ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒപ്പം തന്നെ താജുബായ് പോയോ? താജുബായ് കേൾക്കുന്നുണ്ടെങ്കിൽ താജു ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു. താജുന് ഭയങ്കര ഫാൻസ് അവിടെ. പിന്നെ സോണി എന്ന് പറഞ്ഞ മോളാണെങ്കിൽ നല്ല വൈബാ സ്റ്റേജില്. പിന്നെ എനിക്ക് അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ടാ ഡാൻസ്. അതായത് പാട്ടിന് പാടിയപ്പോ പിന്നെ നമ്മുടെ ബഹ്റൈൻ സിസ്റ്റേഴ്സ് ഒന്നിനോട് ഒന്ന് മെച്ചം. അതായത് അവരിൽ എല്ലാ തരത്തിൽ കാറ്റഗറി പെട്ടവരും ഉണ്ട്. അത് ഓൺലി ലേഡീസ്. ഷക്കീല മേമാണ്, ഷക്കീല ഇത്താന്ന് വിളിക്കാം. ഷക്കീലത്തെയാണ് നമ്മുടെ മെയിൻ സ്പോൺസർ. ഒന്നും പറയണ്ട കേട്ടോ, ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ ആണെങ്കിൽ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിനും എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ഒരു
മണിക്കുട്ടൻ ചേട്ടനാണ്. മണിക്കുട്ടൻ, പിന്നെ അൻവർ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്കയും കൂടി ഉണ്ട്. പിന്നെ മനോജ് മയ്യന്നൂര് നമ്മുടെ ഡയറക്ടർ, ഷക്കീലത്ത, പിന്നെ ഷക്കീലത്തിന്റെ കൂടെ ഒരു 4 പേര് വേറെ ഒരു ലേഡീസും കൂടി ഉണ്ട്. അവരും ഭയങ്കരമായിട്ട് സ്നേഹം, എല്ലാം കൊണ്ടും എന്താ പറയാ ജഗ പൊഗ. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ ഗുമ്മെന്ന് പറയും. അപ്പോ നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് ആരംഭിക്കാം. കലാഭവൻ എന്ന് പറയുമ്പോൾ മെമ്മറീസ് ഷെയർ ചെയ്യാനുണ്ടാവും. ഞാൻ ഷിബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് കലാഭവനിൽ വെച്ച് ഇവിടെ വരുന്ന പരിചയമൊന്നുമല്ല. ഷാജോന്റെ ചേട്ടനാണ് താരം. ശരിക്കും കലാഭവനിൽ ഷാജോൺ അല്ല താരം, ഷാജോന്റെ ചേട്ടനാണ്. അങ്ങനെ ഷിബുവിന്റെ അനിയനാണ് ഷാജോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഷാജോന്റെ ഭാഗ്യം, അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ മലയാളത്തിലെ നമ്പർ 1 ലീഡിങ് ആയ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി ഷാജോൺ. അപ്പൊ പിന്നെ ഷിബു ഇങ്ങോട്ട് വന്നതുകൊണ്ടുള്ള ഒരു ഗ്യാപ്പാ. പക്ഷേ ഷിബു ആണ് താരം. തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. തെസ്നി മിമിക്രി പഠിക്കാൻ വേണ്ടിയിട്ടല്ല കലാഭവനിൽ എത്തിയത് അല്ലേ? എങ്ങനെയാണ് ആ ഒരു കാലമൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത്? ഞാൻ കലാഭവനിൽ എത്തിയത് പിന്നെ എൻ്റെ ഫാദർ കലാഭവനിൽ 69 കലാഭവൻ ഒരു മുറി ആയിരുന്ന സമയത്ത്, അന്ന് ദാസേട്ടൻ്റെ ഗാനമേള നടത്തുന്ന സമയത്താണ് എൻ്റെ ആബാലച്ചൻ എൻ്റെ ഫാദറെ പരിചയപ്പെടുന്നത്. എൻ്റെ ഫാദർ അറിയാലോ, മെജീഷ്യനാണ്, പ്രൊഫസർ അലീഖാനാണ് പേര്. ഇപ്പം എൻ്റെ വാപ്പ എന്നെ വിട്ടു പോയിട്ട് 14 വർഷമായി. അതെ അതെ അതെ. അപ്പോൾ ഉപ്പിച്ചി ഇങ്ങനെ അവിടെ അച്ഛൻ്റെ അടുത്ത് കലാഭവൻ മുഖാന്തരമുള്ള ഷോസ്, മാജിക് ഒരുപാട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് സെറ്റിലായി. അപ്പൊ അച്ഛനായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. പിന്നെ കലാഭവൻ ഇങ്ങനെ ഉയർന്ന് വലിയ കുറെ ബിൽഡിംഗ് ഒക്കെ ആയി, കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും മിമിക്രിയും ഗാനമേളൊക്കെ ആയപ്പോൾ പിന്നെ കലാഭവനിൽ മാജിക് പഠിപ്പിക്കാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പിച്ചി എപ്പോഴും അച്ഛനോട് പറയും, എനിക്കൊരു മോളുണ്ട്, ഡാൻസ് അറിയാം, കുറച്ച് പാട്ടറിയാം, കുറച്ച് മിമിക്രി, ഇതൊക്കെ അങ്ങനെ ചെയ്യും. അപ്പൊ അച്ഛൻ പറയും, അലീഖാനെ കൊണ്ടുവരൂ മകളെ, ഇവിടെ വന്ന് ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വിളി, അവളെ ഞാനൊന്ന് കാണട്ടെ. അച്ഛനൊരു സംസാര ശൈലി അങ്ങനെ. അച്ഛൻ സംസാരിക്കുമ്പോ മൂക്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ തൊടും. അത് ഇങ്ങനെ ഒരു രസമാണത്. മൂക്കിന്റെ ഉള്ളിലേക്കൊന്നും മൂക്കിങ്ങനെ ജസ്റ്റ് പിടിക്കും. അവളെ കൊണ്ടുവരൂ കാണട്ടെ. അങ്ങനെ എന്നെ കൊണ്ടുവരാണ് കലാഭവനിലേക്ക്. ഞാൻ വന്ന് അവിടെ പച്ചമന്നു, ഇയാൾക്ക് എന്തൊക്കെ അറിയാടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഡാൻസ് ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കോളേജിൽ പോകാനുള്ള മാർക്കൊന്നും SSLCക്ക് ഇല്ല. ഞാൻ കുറച്ചൊരു 10th കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയപ്പം കോളേജിൻ്റെ അഡ്മിഷനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ചേർത്താൻ പറ്റില്ല, പാസ്സാണ്, ഞാൻ ചേർത്താൻ പറ്റാത്ത ഒരവസ്ഥയായപ്പം എൻ്റെ ഉപ്പിച്ചി എന്ത് ചെയ്ത് നേരെ കലാഭവനിലേക്ക് കൊണ്ടുവന്നത് അവിടെ ഗാനഭൂഷണത്തിന് വന്ന് ചേർത്തി. അപ്പം അച്ഛൻ പറഞ്ഞു, അവള് ഗാനഭൂഷണം പഠിക്കട്ടെ, ഇവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഡാൻസ് ഗ്രൂപ്പിലും ചേരട്ടെ, ഒരു വരുമാനവും ആയല്ലോ. അന്ന് 75 രൂപയാണ് ഞങ്ങൾക്ക് ഒരു സ്റ്റേജിന് കിട്ടുന്നത്. അന്ന് ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. നടരാജ മാഷ അന്നാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. എന്റെ മോളെ ഒന്നും പറയണ്ട, ഭയങ്കര മെമ്മറിയാണ് എനിക്ക്. ചിരിയാണ് മെയിൻ. ചിരിക്കാതെ എന്ത്, കരഞ്ഞ മനുഷ്യന് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം. നമ്മൾ ഒരു മനുഷ്യനോട് എപ്പോഴും പോസിറ്റീവായിട്ട് പെരുമാറുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. പിന്നെ നമുക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ട്, അതാരെയും കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. അത് മുറി അടച്ചിരുന്ന് ഇങ്ങോട്ട് കരയുക, അത് കഴിഞ്ഞ് തുറന്ന് കണ്ണീര് അങ്ങോട്ട് തുടച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചിരിക്കുക. അല്ല തസീത, എത്ര വർഷമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഞാൻ ഡെയ്സി 88-ലാണ്. അതും കലാഭവന്റെ ഡാൻസ് നോർത്തിൽ എൻ്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഡെയ്സിയുടെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ. അവർ കണ്ടപ്പോഴാണ് എൻ്റെ ഉപ്പച്ചിയോട് ചോദിക്കുന്നത്, ഉപ്പച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, മോക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന്. അപ്പൊ സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ. പക്ഷെ നമ്മളൊരു മുസ്ലിം സമുദായത്തിൽ പെട്ടത് കൊണ്ട് സിനിമാ നടി ആക്കണം എന്ന്, വലിയ നടി അങ്ങനെ നടിയാവണം എന്നൊന്നും ആഗ്രഹം വീട്ടുകാർക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഉപ്പച്ചിക്കും മമ്മിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒന്ന് മുഖം കാണിച്ചാൽ മതി, ഒന്ന് ചെറുതായിട്ട്, പിന്നെ നിർത്താം, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതൊരു ജീവിതമാർഗമായി മുമ്പോട്ട് ഇത്രയും വർഷം പോകുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വന്നത്. പിന്നീട് അതെനിക്കൊരു
എന്താണ് എൻ്റെ കുടുംബത്തിനെ നോക്കാൻ എനിക്കതൊരു കടമയായി മാറി ആക്ടിങ് എന്ന് പറയുന്നത്. അതേ എനിക്ക് അറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. അത് പിന്നെ ഒരു വരുമാന മാർഗമായി. തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരു മെസ്സേജ് കൂടി വന്നിരിക്കുന്നു. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന മുരളി TP ആണ്. പരിപാടി സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞേക്ക് ക്ഷുഭിച്ച 100 ദീദി നമ്മുടെ തസ്നി ഖാന്റെ അടുത്ത് ഞാൻ പോയിരുന്നു, കണ്ടതിൽ സന്തോഷം. അല്ല, നമുക്ക് എന്താ പറയാ, തസ്നി തന്നെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ, നമുക്കൊരു കാര്യം ഡെയ്സി എന്ന മൂവിയിലെ പാട്ടിലേക്ക് പോയതിന് ശേഷം കുറെ മെമ്മറീസ് ഉണ്ടല്ലോ അല്ലേ? അയ്യോ, അതിന്റെ അകത്ത് അതേ ഉള്ളൂ. ഈ ഒരു സോങ് ഇപ്പൊ നമ്മൾ മീൻസ് പ്ലേ ചെയ്യാൻ പോകുന്ന രാപ്പാടിതൻ, ആ ഒരു സോങ്ങില് എങ്ങനെയാ? അല്ല, ഞാനുണ്ടായിരുന്നു ആ സോങ്ങിൽ. ഞാനുണ്ട് സ്കൂളില്. ഞങ്ങള് എല്ലാവരും കൂടി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്റ്റേജില്, സോണിയ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹീറോയിൻ. അവള് നടുക്ക് നിൽക്കുന്നു, ഞാൻ അവളുടെ തൊട്ടടുത്തുണ്ട്. തൊട്ടടുത്ത് ഞാനും യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എനിക്ക് ആ പാട്ട് സീൻ ഒന്നും കൂടി കാണാൻ തോന്നുന്നു. അല്ല, ഒരു 4 പേര് പാടിയിട്ട് ആ പാട്ടിലേക്ക് പോവാം അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് എങ്ങനെ വരുന്നൊന്നും അറിയില്ല. അപ്പൊ 4 പേര് പാടിയിട്ട് ആ ഒരു പാട്ടിലേക്ക് പോവാം. രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി രാഗാന്തമാം ദിവ്യ കാവ്യാഞ്ജലി രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി. ശ്യാം സാറിന്റെ കോമ്പോസിഷനാണ്, P. ഭാസ്കരൻ മാസ്റ്ററിന്റെ വരികൾ. ചിത്രചേച്ചി പാടിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കൃഷ്ണചന്ദ്രനും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് കേട്ടതിന് ശേഷം തസ്നി ഖാന്റെ വിശേഷങ്ങൾ നമുക്ക് തുടരാം. സ്റ്റേ ട്യൂൺ. എനിക്കറിയാം നിങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് പൊക്കളയുന്നതിന് മുന്നേ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആക്ച്വലി ഷിബുവും തസ്നത്തെയും ഇവിടെ ഇങ്ങനെ പാട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുണ്ടല്ലോ പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. കലാഭവൻ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു നിൽക്കി പറയല്ലേ പ്ലീസ്, നമ്മുടെ ലിസ്ണേഴ്സ് കൂടി ഒന്ന് അറിയട്ടെ എന്തൊക്കെയായിരുന്നു ആ ഒരു പഴയകാല മെമ്മറീസ് എന്നൊക്കെ. അപ്പൊ ആ ഒന്ന് വീണ്ടും നമ്മൾക്ക് കലാഭവനിലേക്ക് ഒന്ന് തിരിച്ചു. കലാഭവനിലെ വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. പ്രത്യേകിച്ച് കലാഭവനിൽ ഉണ്ടായിരുന്നവർ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാല് ആ കലാഭവൻ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. അവിടെ നടന്നിട്ടുള്ള തമാശകൾ, അവിടുത്തെ പ്രോഗ്രാമിന് പോകുമ്പോഴുള്ള വാനിലുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ. അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ തമാശ പറയും. പക്ഷെ അത് ഭയങ്കര കോമഡിയാ. അങ്ങനെ കലാഭവനുള്ളവർക്ക് ഒരുപാട് വിശേഷങ്ങളാണ് പറയാനുണ്ടാവുക. തെസ്നി ആ ഒരു കാലഘട്ടത്തില് അന്നുണ്ടായിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അയ്യോ എന്റെ അമ്മു, ജയറാമേട്ടൻ. അവർക്ക് നിങ്ങളുടെ ബാച്ച് ആയിരുന്നോ? അതെ, ഞങ്ങളുടെ ബാച്ചില്, ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങൾ 5 പെൺകുട്ടികളെ ഡാൻസ് ഞാൻ പറഞ്ഞല്ലോ. ഈ 5 പേരില് ഞങ്ങൾ ഡാൻസ് ചെയ്ത് ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ മിമിക്രിയാണ്. ആ മിമിക്രിയിൽ കൂടെയുള്ളവരാണ് ജയറാമേട്ടൻ, കലാഭവൻ റഹ്മാൻ, നാരായണൻകുട്ടി, പ്രസാദേട്ടൻ, പിന്നെ ഇത്രയും പേരാണ് ഉള്ളത്. അവർ 5-6 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാനേജറായിട്ട് ഷേർലി ചേച്ചിയാണ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആള്. ഓളിനോറാണ് കലാഭവനിൽ. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ കുട്ടികളെ പോലെ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് ഷേർലി ചേച്ചി. അപ്പം ഇത്രയും പേരാണ് പ്രോഗ്രാമിന് പോണത്. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാരും പറയാറുണ്ട്, ഓ കലാഭവനിൽ വന്നാൽ രക്ഷപ്പെടാല്ലേ എന്ന്. അത് വെറുതെയാണ്. കലാഭവനിൽ വന്നാൽ രക്ഷപ്പെടില്ല. കലാഭവൻ ഒരു ഗുരുത്തുള്ളൊരു സ്ഥാപനമാണ്. അപ്പൊ നമുക്ക് കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ. കലാഭവനായിട്ട് എന്താ ഇന്ന ആളെ സിനിമയിൽ എടുത്തോന്നൊന്നും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഈവൻ ഇപ്പം ലീഡ് ചെയ്ത് നിൽക്കുന്ന ഷാജോണെ പോലും പറഞ്ഞിട്ടില്ല. ഷാജോന്റെ കഴിവുകൊണ്ടാണ് ഷാജോൺ ഇന്ന് മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു താരമായി മാറിയത്. അപ്പൊ എന്താ, ആ ഗുരുത്തുള്ള സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു. അവിടുത്തെ ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പം അച്ഛൻ്റെ ഗുരുത്തും കാര്യങ്ങളും കഴിവും ഉണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കഴിവ് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പം നമ്മൾ രക്ഷപ്പെടുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ പഠിച്ച ഒരുപാട് പേര് രക്ഷപ്പെടാത്തവരുണ്ട്. അത് ഒക്കെ ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലെക്കാണ്. നമുക്ക് സിനിമ എന്ന് പറയുന്നൊക്കെ ഒരു ഭയങ്കര ലെക്കാണ്. പക്ഷെ കലാഭവൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം എവിടെയും ആർക്കും എന്തും വിലയുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ കലാഭവനിൽ നിന്ന് വന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ജാഫർക്ക ഉണ്ട്. അതെ, പണ്ട് സൈനുദിക്കായിരുന്നു. ജാഫർക്ക, ജയറാമേട്ടൻ, ഷാജോണ്, ഞാനുണ്ട്. അപ്പോൾ ഒരുപാട് കലാഭവൻ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്.
അപ്പൊ ഇപ്പോഴും ആ ഒരു പേരിലാണ് കലാഭവൻ തന്നെ. കലാഭവനിൽ ഇപ്പൊ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്ന് ചേരുന്നത്. ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കലാഭവന്റെ അടുത്താണ് എന്റെ വീടും വരുന്നത്. വാപ്പാനെ എനിക്കറിയാലോ. പണ്ട് നൂറിന്റെ വാപ്പ ഞങ്ങളെ കൂടെ ഇന്ന ഹരിഹർ നഗറിലൊക്കെ അഭിനയിച്ചു. ഞാൻ ഇന്ന ഹരിഹർ നഗറിൽ ശരിക്കും അഭിനയിച്ചല്ല, സിദ്ദിഖിനെ അറിയാവുന്നതുകൊണ്ട് ആ തെസ്നീനൊന്ന് വിളിക്കുക, ഒരു പാട്ട് സീൻ ആ മുകേഷിന്റെ തലയിലേക്ക് ഒരു ലെറ്റർ ഇടാൻ വേണ്ടി അങ്ങനെ പോയി ചെയ്തൊരു പടമാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര സ്റ്റാറായിട്ട് നൂറിന്റെ വാപ്പയാണുള്ളത്. നൂറിന്റെ വാപ്പ അഭിനയിച്ച പടങ്ങളൊക്കെ ആൾക്കാർ ശരിക്കും വിചാരിച്ചിരിക്കുന്നത് ഹിന്ദിക്കാരനാണ്, ഒരിക്കലും മലയാളിയാന്ന് ആർക്കും അറിയില്ല. ഞാനൊക്കെ ആദ്യം മിണ്ടാണ്ട് നിന്നിട്ടുണ്ട്, ഇയാൾക്ക് ഹിന്ദിയിലേ അറിയുള്ളൂ, മലയാളം അറിയില്ല. പിന്നെ എന്റെ അടുത്ത് തന്നെ മോളെ സ്നീ ഇങ്ങോട്ട് വന്നേ, അലീഖാന്റെ മോളല്ലേ എനിക്കറിയാം. അല്ല ബാപ്പ മാത്രമല്ല കേട്ടോ, ബാപ്പയുടെ ബ്രദറും അതെ. കണ്ടു കഴിഞ്ഞാൽ നമ്മള് മലയാളിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതെ, ഇവരെ ഫാമിലി എല്ലാ ചേട്ടനയ്യന്മാരെ കണ്ടാലും ഒരു ഹിന്ദിക്കാർ ലുക്കാണ്. ഒക്കെ ഭയങ്കര സ്നേഹമുള്ളൊരു ടീമാണ്. തീർച്ചയായും. പക്ഷെ നൂറിന് അതില്ല. അപ്പൊ തെസ്നി, നമ്മളിപ്പോ കലാഭവന്റെ കാര്യം പറഞ്ഞിരുന്നു. നൂറ് തമാശ പറഞ്ഞു കേട്ടോ, ഷോ കഴിഞ്ഞ് ഇടിക്കരുത് തന്നെ. തെസ്നി നമ്മൾ കലാഭവന്റെ കാര്യം പറഞ്ഞിരുന്നു. തെസ്നി നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടി, അറിയാമോ? പിന്നല്ല, തെസ്നിയുടെ മിമിക്രിയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തെറ്റിച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ ഒന്ന് പ്ലീസ് എന്താ പറയുക, ഞങ്ങളൊന്ന് എൻലൈറ്റൻ ചെയ്യും. നടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അതിനു മുമ്പ് ഞാൻ കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഹായ് ടു തെസ്നി ഖാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സന്ദീപ് ആണ്. ഹായ് സന്ദീപ്, വെൽക്കം. ഒപ്പം പൊളി വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലിസണർ അനീസാണ്. താങ്ക് യു അനീസ്. അപ്പൊ അടുത്ത മെസ്സേജും കൂടി ഉണ്ട്. ഹലോ, സൈനുദ്ദീനെ മറന്നു? ഇല്ല, ഒരിക്കലും മറന്നിട്ടില്ല. നിസാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൈനുക്ക ഓൺ ദി സ്പോട്ടിൽ അല്ലെ, അദ്ദേഹം കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് ചിരിക്കാതെ കോമഡി പറയുന്ന ഒരാളായിരുന്നു. അതെ, ഒറ്റ ഒരു ഓക്കെ. അപ്പൊ ആ ഒരു കാലം ഓർത്തുകൊണ്ട് ഒരു മിമിക്രി ഏത് നടനെയാണ് ഇമിറ്റേറ്റ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ മിമിക്രിക്കാരിയല്ല. ശരിക്കും ഞാൻ സ്കിറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഡാൻസർ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് കലാഭവൻ റഹ്മാൻക്കാണ് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വീഡിയോ കാസറ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായിരുന്നു ഗൾഫുകാരുടെ ആകെ ആശ്വാസം, പണ്ടത്തെ വീഡിയോ കാസറ്റ് ഇല്ലേ. അപ്പൊ അതില് ഞാൻ ഈ ഇവരെ കൂടെ കൂട്ടത്തിൽ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവരെന്നോട് നമുക്ക് തെസ്നീനെ വിളിച്ചിട്ട് സ്കിറ്റിന് ചേർക്കാം എന്ന് പറഞ്ഞിട്ട്, ആണുങ്ങൾ പെണ്ണുങ്ങളായി വേഷം കെട്ടിയ ആ സമയത്ത് പെണ്ണായിട്ട് എന്നെ അങ്ങോട്ടേക്ക് അവർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അവരുടെ ഭാര്യയായിട്ടും കാമുകിയായിട്ടും മോളായിട്ടൊക്കെ സ്കിറ്റുകളിൽ ഈ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന മിമിക്രി കാസറ്റ് സൂപ്പർ ഹിറ്റ് ആയപ്പോഴാണ് നമ്മുടെ പ്രസാദ് ഏട്ടൻ ജയറാമേട്ടനെ വെച്ചിട്ട് ഇൻ കോമഡി നഗർ എന്ന് പറഞ്ഞിട്ട് നാദിഷ, ദിലീപേട്ടൻ, അശോകേട്ടൻ എല്ലാരും വെച്ചിട്ടൊരു വലിയൊരു മിമിക്രി കാസറ്റ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പുകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളായിട്ടൊരു പാട്ട്, പുകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളടി. ആ പാട്ട് ഞാനും അശോകേട്ടനും കൂടി വയസ്സായിട്ടാണ് അന്ന് എന്നെ നിരയിട്ടുന്നൊന്ന് ആലോചിച്ചു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഡൈ അടിക്കുമ്പോ ആലോചിക്കും, 13 വയസ്സ് ചെയ്ത ആളാണ്. അല്ല, നമ്മളിപ്പം എന്തായാലും എല്ലാവർക്കും അറിയാം കറുത്ത മുടിയാവില്ല. അപ്പൊ ചെറുതായിട്ടൊക്കെ നമ്മുടെ കൃതാവിന്റെ അവിടെയും നമ്മുടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ നരച്ചു മുടി വരാതിരിക്കില്ല. അപ്പൊ എന്തായാലും VIP ഉപയോഗിക്കും. അപ്പൊ ഏത് നടന്റെ ശബ്ദമാണ് ഞങ്ങളുടെ ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിമിക്രിക്കാരിയായിട്ട് വന്നത് അവിടെ ഫസ്റ്റ് പ്രസീത മേനോനാണ്. അത് നമ്മൾ മറക്കരുത്. പ്രസീതക്ക് ശരിക്കും ലാലേട്ടന്റെയോ മമ്മൂക്കയുടെ ഒന്നും സൗണ്ട് ഇല്ല, പക്ഷെ അവളുടെ ആക്ഷനിലും നടപ്പിലും മാനറിസത്തിലാണ് ആൾക്കാർ കൈയടിച്ചത്. പ്രസീതയാണ് ഒരു മിമിക്രിക്കാരി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടത്. ഞാൻ ഇവരുടെ കൂടെ സ്കിറ്റ് ചെയ്യുന്നോണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മിമിക്രിക്കാരി എന്ന് പറഞ്ഞ് അറിയപ്പെട്ടതാണ്. പിന്നെ ഞാൻ കാലക്രമേണ ഒന്ന് നോക്കിയപ്പം ഷീലാമ്മയുടെ കൂടെ മിസ്റ്റർ മരുമകനൊക്കെ അഭിനയിച്ചപ്പോ ഷീലാമ്മന്റെ മാനറിസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഷീലാമ്മയുടെ ഒരു സൗണ്ട് നോക്കി, അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നി.
തോന്നി. അങ്ങനെ ചില സമയത്ത് ഷീലാമ്മയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും. Okay, അത് അപ്പൊ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെന്താ കറുത്തമ്മ അല്ലേ? അപ്പൊ കറുത്തമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പരീക്കുട്ടിനെ വേണം. അപ്പൊ പരീക്കുട്ടി നമ്മുടെ ശിവയുടെ ഉണ്ട്. ശിവ പരീക്കുട്ടി ആവുമ്പോ ഞാൻ കറുത്തമ്മ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ മധുസാറിന്റെ വോയിസ് അങ്ങനെ അത് നമുക്കൊരു സിറ്റുവേഷൻ കറുത്തമ്മനെ വിളിക്കുന്നു, രാത്രി വന്ന് വിളിക്കാൻ അറിയാതെ കഴിച്ചമ്മ. കഴിച്ചമ്മ പോവാണോ കഴിച്ചമ്മ? എൻ്റെ കൊച്ചു മുതലാളി, എന്നെ വിട്ടങ്ങ് പോകരുത്. എനിക്ക് കൊച്ചു മുതലാളിയല്ലാതെ വേറെ ആരുമില്ല. എന്നെ വിട്ടങ്ങ് പോകരുത്. കഴിച്ചമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുഴത്ത് പാടി പാടി മരിക്കും. അങ്ങനെ പറയരുത് എൻ്റെ കൊച്ചു മുതലാളി. എനിക്ക് ജീവനാണ്, ജീവൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് ആരായിരിക്കുന്നത്? എന്നിട്ടാണ് പറഞ്ഞത് മിമിക്രി ഒന്നും അല്ലെന്ന്. സൂപ്പർ. അല്ല, ഒരു അടുത്ത നാട് ഒരു കാര്യം ചെയ്യാം. എന്റെ പൊന്നു മക്കളെ 4 കല്ല് എവിടെയെങ്കിലും വീഴാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വീണു. ഇപ്പൊ ഒരു നടിയുടെ ശബ്ദമാണ് അനുകരിച്ചത്. ഇനി മറ്റൊരു നടിയുടെ ശബ്ദം കൂടി അനുകരിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആരാവും? വാണി വിശ്വനാഥ്. വാണി വിശ്വനാഥ് ക്ലബിലൂടെ തിരിച്ചു വന്നിട്ട് നമ്മളെല്ലാരും ഇപ്പൊ വാണി വിശ്വനാഥ് നമ്മള് ഈ എന്താ പറയാ റീൽസിലൊക്കെ കണ്ടോണ്ടിരിക്കും. അതെ അതെ. അപ്പൊ വാണി വിശ്വനാഥിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആർജെ നൂറാണ്. അങ്ങനെ ഒന്ന് ശ്രോതാക്കളോടൊന്ന് പറയണം, ക്ഷമിക്കണം, ഞാനിതൊക്കെ ഒന്ന് പരീക്ഷണം മാത്രമാണ് ഇവര് പറഞ്ഞതുകൊണ്ട്. നമ്മുടെ ലിസണേഴ്സ് ഭയങ്കര നല്ല ഹൃദയമുള്ള ആൾക്കാരാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ കേട്ടോ മക്കളെ. ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ കൂടെ വാണി മാമാണ് ഇന്ന് ഉള്ളത്. വാണി മാം, എനിക്ക് ചോദിക്കാനുള്ള ഇപ്പം റീസെന്റ് റിലീസായ റൈഫിൾ ക്ലബ് എന്ന മൂവിയെ കുറിച്ച്, അതിനകത്തുള്ള ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? 2 വരി. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇങ്ങോട്ട് വന്നതിൽ. പിന്നെ വേറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ മലയാളം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ വന്നുള്ളൂ. പക്ഷെ ആ പടം വളരെ നന്നായിട്ട് ഓടി. എനിക്ക് താങ്ക് ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ സൂപ്പർ 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 സൂപ്പർ. നമുക്ക് മനോജ് മയ്യന്നൂർ തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷിബു, എന്റെ ആശംസകൾ അറിയിച്ചേക്കണം. തസ്നി ഖാൻ മലയാളികൾ മലയാള സിനിമ നെഞ്ചോട് ചേർത്ത താരനക്ഷത്രം. അതുകൊണ്ട് തന്നെ എല്ലാ കലാസ്വാദകരും പോലെ തന്നെ ഞാനും തസ്നി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനോജ് മയ്യൻ. പുള്ളിയുടെ ഉയർച്ച ഭയങ്കരമാണ് കേട്ടോ. കാരണം ഞാൻ വന്ന സമയത്ത് സാധാരണ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഡയറക്ടർ, സ്പോൺസർ ഒക്കെ എല്ലാ രീതിയിൽ. പക്ഷെ പുള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഔറ അങ്ങനെ എന്തോ, ഞാൻ പോയി. ഒന്നും പറയണ്ട ഷിബു, മൾട്ടിപ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരം ഡാൻസും എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മുടെ കൊച്ചിൻ കലാഭവനെ വെട്ടും. മൾട്ടി ടാലന്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഡാൻസ് ക്ലാസ്സിൽ കയറിയിട്ട് അടിപൊളിയായിട്ട് ആ മാഷ കൂടെ ഡാൻസ് ചെയ്ത് ഞാനിപ്പോ റീൽസിൽ അത് ഇട്ടിട്ടുണ്ട്. ഒരു അറബ് സോങ് ആണ് ഞാൻ ചെയ്തു. പിന്നെ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുമ്പോ ഒരു പോസിറ്റീവ് വൈബാ. അത് ഏറ്റവും കൂടുതൽ അവരുടെ പുള്ളിയുടെ വൈഫും മക്കളും ആണ് അതെല്ലാം നടത്തുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടാ. നമ്മൾ ചെല്ലുമ്പോ തബല വയലിൻ ക്ലാസ്, പിന്നെ ഗിറ്റാർ ക്ലാസ്, ഡാൻസ്, ഭയങ്കര രസം. അങ്ങോട്ട് പോയപ്പോ ശരിക്കും ഇതെന്തൊരു കൊച്ചിൻ കലാഭവൻ ഇങ്ങോട്ടേക്ക് വന്നോ വേറെ രീതിയിൽ എന്നുള്ളൊരു സംശയമായി പോയി. എന്തായാലും തെസ്നിക്ത സൂപ്പർബ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്ന രാജേഷ് KPK ആണ്. സൂപ്പർ തെസ്നി ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത മെസ്സേജ് അരിങ്ങലോട്ട് അബൂട്ടിയാണ്. ഹായ് ഷിബുച്ചായ നൂർ, തെസ്നി ഖാൻ സുഖമല്ലേ? ബഹ്റൈനിലെത്തിയതിൽ സന്തോഷം എന്നാണ് അരിങ്ങലോട്ട് അബൂട്ടി പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ഹുസൈൻ ആണ്. അൻവർ ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് എന്റെ കൊച്ചു മുതലാളി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആ മോഡുലേഷൻ കണ്ടായിരുന്നു, അത് പ്രോപ്പർ പുള്ളിക്കാരുടെ ശബ്ദം എന്നെ വിളിക്കുന്നത് എങ്ങനെയാ? എന്നെ കാണുമ്പോ ടെസ്
എന്തൊക്കെയുണ്ട് വിശേഷം ടെസ്? അതെ. സുഖാണ് ചേച്ചി എന്ന് പറയും. സുബൈർ തിരൂർ, ഷിബുവേട്ടാ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനെ മറന്നു. ഒരിക്കലുമില്ല, ഞങ്ങള് കലാഭവൻകാർക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റുമോ പക്ഷെ മണിച്ചേട്ടൻ? മണിച്ചേട്ടന്റെ കാര്യം ഇപ്പൊ ഇത്രയും നേരം പറയാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കലാഭവൻ വിട്ടതിന് ശേഷം മണിച്ചേട്ടൻ join വന്നതല്ല. ചെയ്തത്. ഞാൻ പുള്ളിയുടെ കൂടെ സ്റ്റേജ് ഷോ ചെയ്തിട്ടില്ല. മണിച്ചേട്ടൻ പോയതിനു ശേഷം അടുത്ത ബാച്ചാണ് ഞങ്ങളൊക്കെ. ഓ അതെയോ? ശരി. കുഞ്ഞുങ്ങൾ മണിച്ചേട്ടൻ അവിടെ നിന്ന് നേരെ സിനിമയിലേക്ക് പോകുന്നു, ഞങ്ങള് കലാഭവനിലേക്ക് കയറും. പൈതങ്ങളായിരുന്നു. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മിമിക്രിയിൽ ഒരുപാട് ധാരാളം സ്കിറ്റുകൾ ചെയ്യുന്നു, മിമിക്രി വഴി സിനിമയിലേക്ക് എത്തുന്നു, ഡെയ്സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് വൈശാലിയിലേക്ക് എത്തുന്നു, അങ്ങനെ പിന്നീട് നിരവധി ചിത്രങ്ങൾ. എപ്പോഴാണ് സിനിമ വളരെയധികം ഗൗരവത്തോടെ സിനിമയെ സമീപിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ആദ്യമൊക്കെ സിനിമ ഒരു ഹോബി ആയിട്ട് തോന്നി. മീൻസ് ആദ്യം എനിക്ക് ഏറ്റവും വലിയ ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്ന ഡയറക്ടർ പ്രതാപ് പോത്തൻ, ആൻഡ് പിന്നെ ക്യാമറമാൻ നമ്മുടെ ഡെയ്സിലെ അശോക് കുമാർ എന്ന് പറഞ്ഞാൽ അന്ന് ഹിന്ദി മൂവിയൊക്കെ എടുക്കുന്ന ക്യാമറമാൻ ആയിരുന്നു അശോക് കുമാർ. പിന്നെയാണെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഹരി പോത്തൻ, VBK മേനോൻ എന്ന് പറയുന്ന മലയാളത്തിലെ ലെജൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണ്. മനസ്സിലായോ? ഹരി പോത്തൻ അറിയാലോ? VBK മേനോൻ എന്ന് പറഞ്ഞാൽ ഗംഭീര ഹിറ്റ് മൂവീസ് എടുക്കുന്ന ആള്. അങ്ങനെയല്ലേ തോംസൺ ഫിലിംസ്, കമലഹാസന്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചത്. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അന്ന് കമലഹാസൻ ഇങ്ങനെ വരുന്ന സമയത്തെ ഞാൻ ഇങ്ങനെ നെട്ടിപ്പോയി. സെറ്റിലേക്ക് സോണിയുടെ ബ്രദറായിട്ടാണ് വരുന്നത്, ഡെയ്സിയിൽ അഭിനയിക്കുന്ന ആ കുട്ടിയുടെ ബ്രദറായിട്ടാണ്. അന്ന് കമലഹാസൻ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഹായ് 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 എന്ന് വെച്ചു, സ്നീക്കാൻ ഓക്കെ അങ്ങനെ ഓരോരുത്തരെ പേര് ചോദിച്ചു. പിന്നെ കമലഹാസൻ അവിടെ മാജിക് ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ എന്തോ ഒരു ചെറിയ ട്രിക്ക് ഇങ്ങനെ ഔട്ട് അവൻ്റെ ഒരു നൂല് ടവലാക്കുന്ന ഒരു ഐറ്റം കാണിച്ചപ്പം ഈ നൂലിന്റെ ഒരു അറ്റം ഈ ഇതിൽ കണ്ടു, ഔട്ടായി. ഉടനെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് സർ ഇങ്ങനെ ഒരു ഔട്ടായി, തെസ്നിക്ക് അറിയാവോന്ന് ചോദിച്ചത്. അല്ല അന്ന് കുട്ടിക്ക് ഇത് അറിയാവോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഫാദർ മജീഷ്യൻ പ്രൊഫസർ അലി ഖാൻ. ഓക്കെ അന്ന് മുതൽ 2-3 പ്രാവശ്യം പിന്നെ കാണാൻ പറ്റിട്ടുള്ളൂ എന്നെ വിളിക്കുന്ന മാജിക് എന്നാ. ഒരു മിനിറ്റ്, സോങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്താണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? നമുക്ക് സലിം കല്ലേരിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെസ്നിയുടെ ഗ്ലാമറിന്റെ രഹസ്യം ഒന്ന് പറയാമോ? അതൊക്കെയാണ് അടുത്ത അന്നും ഇന്നും. ഇദ്ദേഹത്തിന് ഒരു സലിം എന്നാണ്. സലിം ചോദിച്ചിരിക്കുന്നത് തെസ്നിയുടെ ഗ്ലാമറിന്റെ രഹസ്യം ഒന്ന് ചോദിക്കാമോ? ഷിബുച്ചായ ഹണ്ടെടുത്ത അന്നും ഇന്നും ഒരുപോലെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. 5 നേരം നിസ്കരിക്കുക, വെള്ളം മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ ഒരു വാലറിലും പോണ്ട. എന്തായാലും നമുക്ക് വിശേഷങ്ങൾ തുടരാം. ചിരിയുടെ വിശേഷങ്ങളാണ്. തെസ്നി ഖാൻ നമ്മോടൊപ്പം ഉള്ളപ്പോൾ അറിയാലോ, ഒരുപാട് ചിരിക്കാനുള്ള വകകളാണ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും തെസ്നി, കുട്ടേട്ടൻ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. അതിനകത്ത് മമ്മൂക്ക ഏതുപോലെയാണോ അതുപോലെ തന്നെ മമ്മൂക്ക. നമ്മുടെ മമ്മൂക്ക അവിടെ അങ്ങനെ കാണുമ്പോ ഇവിടെ മറ്റൊരു മമ്മൂക്ക. സത്യം, ഒരു മാറ്റമില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേപോലെ തന്നെ ഇരിക്കുകയാണ്. കുട്ടേട്ടൻ എന്ന് പറഞ്ഞ പടമില്ലേ, ഈ പടത്തിൽ ശരിക്കും ഞാനും അഭിനയിക്കേണ്ടതാണ്. അഭിനയിക്കേണ്ടതായിരുന്നു. നമുക്ക് കുറെ പേരെ പ്രേമിക്കുന്നൊരു സംഭവം. അതില് ഇങ്ങനെ പെട്ടെന്ന് വിളി വരുന്നു, ഞാനും മമ്മിയും ഉപ്പച്ചിയും കൂടിയും കൊടൈക്കനാലൊക്കെ പോണു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇത്തിരി താമസിച്ചു പോയി. കാരണം അന്ന് കാറൊന്നുമില്ല, ബസ്സിനാണ് പോണത്, ട്രാൻസ്പോർട്ട് ബസ്സിന്. ചെന്നപ്പോഴേക്കും അവിടെ സുമാ ജയറാം എന്ന് പറഞ്ഞൊരു കുട്ടി പെട്ടെന്ന് വന്നു. അപ്പൊ എന്റെ റോള് ആ കുട്ടി ചെയ്തു. ആ കുട്ടിക്കിനെ അന്ന് രാവിലെ ചെയ്യേണ്ട ഷൂട്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഷൂട്ടിംഗ് തുടങ്ങി, ഇങ്ങനെ പെട്ടെന്നൊരു കുട്ടി വേറെ വന്നു. അങ്ങനെ നിരാശയായിട്ട് മടങ്ങിയൊരു സംഭവമാണ്. പിന്നെ ആ നിരാശകളെ മാറി. പിന്നെ അല്ല, നമ്മള് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില വേഷങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ മനസ്സിലുള്ള വേഷങ്ങളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചതൊക്കെ ചിലപ്പോൾ സിനിമയാണ്, മാറിപ്പോയിട്ടുണ്ടാവാം, മാറാൻ സാധ്യതയേറെ. ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ?
മാറിപ്പോയത് ഒരുപാടുണ്ട് എനിക്ക്. പിന്നെ അത് ഇല്ലാതിരിക്കില്ലല്ലോ, ഏത് ആർട്ടിസ്റ്റിനും പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാ, പിന്നെ മനസ്സിലായത്. പിന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള റോള് വേണമെന്നൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും വേണ്ടേ? അല്ലാതെ ഇപ്പം എനിക്കിത് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ച് ചെയ്യോ? ഞാനൊന്നും സിനിമയിൽ മസ്റ്റ് അല്ല. എനിക്ക് പകരം ഇഷ്ടം പോലെ പേരുണ്ട് ഇപ്പം. ഏത് റോള് കൊടുത്താലും എങ്ങനെ പൈസ ഇല്ലാതെ പോലും അഭിനയിക്കാൻ തയ്യാറായവരാണ് ഇപ്പൊ ഉള്ളത്. അപ്പം ഇതുകൊണ്ട് ജീവിക്കുന്ന എന്നെ പോലുള്ളവര് കാശ് ചോദിക്കുമ്പം മാക്സിമം എന്നെ കട്ട് ചെയ്യാനേ നോക്കുള്ളൂ. അതാണ്. പിന്നെ അല്ലെല്ലാം കിട്ടുന്നത് ഭാഗ്യം, ഞാൻ അങ്ങനെ കരുതുന്നതാണ്. ഉള്ളത് ഓണം പോലെ. അല്ല, നേരത്തെ ഒരു ലിസണർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ രഹസ്യം, അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു മൂവീസിലേക്ക് വന്ന സമയത്ത് തന്നെ ഇതുപോലെ എനിക്ക് ആ റോള് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെ പറയുമ്പോ അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞ് ചിലവര് കേൾക്കുമ്പോ ഇപ്പൊ അഭിനയിച്ചത് തന്നെ അങ്ങനെ വിചാരിക്കില്ല. പിന്നെ ഒരു അവാർഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് നമ്മൾ ആരെങ്കിലും ആഗ്രഹം ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് പിന്നെ അവാർഡ് കിട്ടാമോ എന്ന് മനസ്സിൽ അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഒന്നും പറയണ്ട, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമുക്ക് സമയം വരുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നു. അതായത് നമുക്ക് ഇന്ന വയസ്സിൽ കിട്ടാത്തത് ഇനി കുറച്ചും കൂടി നമ്മൾ ഏജ് ആവുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഭാവിയിൽ ഒരു ഫിലോമിന ചേച്ചിയാവുന്നു. സൂപ്പർ സൂപ്പർ. നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് രതീഷാണ്. തെസ്നി ചേച്ചി ചിരി എപ്പോഴും ഒരു പവർ സ്റ്റൈലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അടുത്ത മെസ്സേജ് കണ്ണൊക്കെ ഇങ്ങനെ ക്ലോസ് ആവും. സുരേഷ് നായരാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഷിബു അന്നൂർ, നമസ്കാരം. തെസ്നി ഖാനോട് പറയുക പ്രിയം സീരിയൽ 2005 ഓർക്കുന്നോ? പിന്നെ പറയൂ, 2005 സീരിയൽ ചെയ്തിട്ടുണ്ടല്ലോ. എഡിറ്റർ സുരേഷ് നായർ ഇവിടെ ഉണ്ട്. ആണോ? അതേ ഷോ കേൾക്കുന്നു. ഓർമ്മയുണ്ടോ? സുരേഷേ ഓർമ്മയുണ്ട്. സുരേഷ് ഓർമ്മയുണ്ടെങ്കിൽ എന്റെ അന്വേഷണം പറയുക. സുരേഷിന് പ്രത്യേകിച്ച് അന്വേഷിക്കുന്നു. എങ്ങനെ സുഖമല്ലേ? നന്നായി പോണില്ലേ കാര്യങ്ങളൊക്കെ? എന്തായാലും ഒരു പ്രവാസിയായാലും ഒരുപാട് സന്തോഷം. യാച്ചു തസ്നിത, വെൽക്കം ടു ബഹ്റൈൻ. ഒപ്പം വെൽക്കം ടു ലൈവ് FM. മാജിക് അറിയാം തസ്നിതയ്ക്ക്. നിഷ്കളങ്ക കലാകാരി തസ്നി ഖാൻ. ഞങ്ങൾക്കിപ്പോ ലാസ്റ്റ് പ്രോഗ്രാം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സംഭവം വാനിഷിംഗ് ബോയ്, അതാണെന്നറിയോ? ഷിബുനെ വാനിഷ് ചെയ്തിട്ട് ആ കസാരയിൽ ഞാനിരിക്കുന്നു. എന്റെ പണി കളയുവാ നിങ്ങള്. അല്ല തസ്നിത, ഇപ്പൊ ഇവർക്കുണ്ടല്ലോ ഈ ഒരു കലാകാരന്മാർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാനുള്ളൊരു കഴിവാണ്. അതെ, പല സ്ഥലങ്ങളിൽ പോകാനും പല സ്റ്റേജിൽ പെർഫോം ചെയ്യാനും കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം. അങ്ങനെ എത്ര സ്റ്റേജുകളിൽ പോയിട്ടുണ്ട്, എത്ര രാജ്യങ്ങളിൽ. കലാഭവൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വേൾഡ് മുഴുവൻ പോകാൻ പറ്റില്ല. അന്ന് 2000 ഞാൻ കലാഭവനിൽ പോയതിനു ശേഷം പിന്നെ സിനിമയും സീരിയലും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2000 എന്നെ അച്ഛൻ വിളിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫോൺ വരുന്നു, ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, തസ്നീഖാനെ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇയാള് വരണം ഡാൻസ് ചെയ്യാനെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി അച്ഛൻ എന്ന് പറഞ്ഞു. 3 മാസമൊക്കെ എടുക്കും, തന്റെ വീട്ടിൽ നിന്ന് വിടുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ല അച്ഛൻ, ഞാൻ ലോങ് ട്രിപ്പ് അല്ലേ. ഞാനപ്പോ അച്ഛൻ എന്റെ ഉപ്പച്ചിയോട് ചെന്ന് പറഞ്ഞപ്പോ ഉപ്പച്ചോന് കലാഭവന്റെ കൂടെ അല്ലേ, പൊയ്ക്കോ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കാശൊന്നും അത്ര ഒന്നുമില്ല കേട്ടോ, വളരെ കുറവാ. പക്ഷെ കലാഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കൂടെ പോകാന്ന് പറയുന്നത് നമ്മൾ പക്ക സേഫ് ആയിരിക്കും എല്ലാം കൊണ്ടും. പൈസ അല്ല അവിടെ, ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അമേരിക്ക നാടുകളെല്ലാം പോകണം. അപ്പൊ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോ, ഡാൻസിന് ചെല്ലുമ്പം അനു ജോസഫ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അവിടെ ഉള്ളത്, സീരിയലിലൊക്കെ ഉള്ള കാസർഗോഡുള്ള കുട്ടി. പിന്നെ ഞാൻ അവിടെ കാണുന്നത് ഷാജോണ്, പ്രജോദ്, ദിനേശ് ഏട്ടൻ, ജയകുമാർ, ഇവരൊക്കെയാണ് മിമിക്രിയിലെ താരങ്ങൾ. ഷാജോണും പ്രജോദാണ് ഞാൻ പോകാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിനു മുമ്പ് തെസ്നി കലാഭവന്റെ ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങള് സ്വിറ്റ്സർലൻഡ്, വിയന്ന, ജർമ്മനിയോ അങ്ങനെ ഓസ്ട്രിയ അങ്ങനെ പോയി വന്നത് കൊണ്ടാണ് അതിനകത്ത് ഇറങ്ങി വന്നതുകൊണ്ട് ആ കറക്കം മാറാതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കറക്കം മാറിയിട്ട് വാ.
ജെറ്റ് ഒക്കെ മാറിയിട്ട് പതുക്കെ വന്നാൽ മതി. അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കറങ്ങിയാളെ പിന്നെ അച്ഛൻ കറക്കും. അയ്യോ, അച്ഛനെ ശ്രദ്ധിക്കും. അത് ആക്ച്വലി നല്ലതല്ലേ, എല്ലാവർക്കും അവസരം കിട്ടില്ലേ. അതൊരു ഷാജോണ് ഭയങ്കര. അന്ന് ഞാൻ ഷാജോണോട് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ ഷാജോണ് സ്കിറ്റിലും ഡാൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇയാളൊരു വിജയകാന്ത് ആവാൻ സാധ്യതയുണ്ട് തമിഴില്. തമിഴ് നല്ല പടം ചെയ്ത് തമിഴ് ചെയ്തു. അപ്പൊ താങ്ക് യു തസ്നി, താങ്ക് യു താങ്ക് യു താങ്ക് യു. അല്ല തസ്നി, അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കോട്ടയത്ത് ആര്യാസ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഉണ്ട്, ഞങ്ങൾ അവിടെ വൈകുന്നേരം മസാല ദോശ കഴിക്കാൻ കയറും. അവിടെ ഉള്ള സപ്ലൈയേഴ്സ് പിള്ളേരൊക്കെ വിജയകാന്ത് എന്നെ വിളിച്ചത്. വിജയകാന്ത് മാതിരി ഇருக்கு. അതെ, അതേപോലെ പ്രചോദ്, ഒരു രാമകൃഷ്ണനോ എന്തുകൊണ്ടൊരു നടനുണ്ടല്ലോ തെലുങ്കില്, ഒരു അതേപോലെ മുടിയൊക്കെ ആയിട്ടുള്ള ആ പുള്ളിയെ പോലെ ഇരിക്കും. പക്ഷെ അവര് രണ്ടുപേരും ഇപ്പം എന്നാ ആലോചിച്ച് നോക്കി. പ്രചോദ് സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. അതെ, ഈ പ്രാവശ്യം അമ്മ കുടുംബ സംഗമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്ത് പ്രചോദന ദിവസം ഞാനിങ്ങനെ ഞാൻ എന്റെ അമ്മ നന്നാവാ, നന്നായിട്ട് വാ, നല്ല ഹിറ്റ് ആവട്ടെ. ഷാജോണും ഡയറക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നാദിർഷ ഡയറക്ട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഡയറക്ട്. ഇപ്പം മലയാള സിനിമയിൽ മിമിക്രിയിൽ നിന്ന് വന്ന് മലയാളത്തിൽ വന്നവരെ ആശ്രയിച്ചാണ് ഇപ്പൊ എല്ലാരും നിൽക്കുന്നത്, എന്ത് ഷോ അവിടെ നടന്നാലും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്. ചില്ലറക്കാരല്ലേ മിമിക്രിക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുൻപിലിരിക്കുന്ന ആൾ ഒരു ഡയറക്ടറാണ്. അത് ഞാൻ ശ്രോതാക്കളോട് പ്രത്യേകം പറയട്ടെ. 1.5 കൊല്ലം മുമ്പ് ഞാനൊരു ഇസ്തിരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു. അപ്പൊ എന്റെ ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ടായിരുന്നു, ഒരു അയൺ തേച്ച് നടക്കുന്ന, അതാണ് നമ്മൾ ഇസ്തിരി ഇട്ട് നടക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കഥ. ആ ഒരു ത്രെഡ് ഞാൻ നമ്മുടെ ജയരാജ് സഞ്ചോറി, ഷിനോദ് മലയാറ്റൂർ, ഞങ്ങളുടെ സിനിമാലയിൽ ഉണ്ടായ രണ്ടുപേരാ, അവരായിരുന്നു സ്ക്രിപ്റ്റ് സിനിമാലയില. ഇവരോട് ഞാൻ ഈ പറഞ്ഞപ്പം അവർ പറഞ്ഞു നമുക്കതൊരു തിരക്കഥയായിട്ട് ഒരു നേരത്തുള്ള ഒരു ഷോർട്ട് ഫിലിം ആക്കാന്ന്. അപ്പൊ ഞങ്ങൾ പെൺകുട്ടികൾ, ഞങ്ങളൊരു സന്ധ്യ എന്നുണ്ടൊരു കുട്ടിയുണ്ട് എറണാകുളത്ത്, മോഡലൊക്കെയാണ്. അപ്പൊ അവളോട് നമ്മളെല്ലാം നല്ല വെളുത്ത് നല്ല ഫെയർ ആണ്. അപ്പൊ ഇസ്തിരി ഇടുന്ന പെണ്ണെന്ന് പറയുമ്പോ ഒരു പാവപ്പെട്ട ലുക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. അപ്പൊ അവൾക്ക് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം തസ്നി. ഞാൻ പറഞ്ഞ ഞാൻ ഫുഡിന്റെ കാര്യം പ്രൊഡ്യൂസ് ഞാനായിക്കോളാം, ബാക്കി നീ ആയിക്കോ എന്ന് പറഞ്ഞൊരു 2 lakhs അടുത്തേ വന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇസ്തിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തു. പൂജയ്ക്ക് സിദ്ദീഖ് സാറാണ് വന്നത്. സിദ്ദീഖ് സാർ അനുഗ്രഹിച്ച് ഫസ്റ്റ് ഷോട്ട് ആക്ഷൻ സിദ്ദീഖ് സാർ പറഞ്ഞു. ഫസ്റ്റ് ഷോട്ടിന്റെ ഒരു ഇത് സിദ്ദീഖ് സാർ എടുത്തു. എന്നിട്ട് എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇനി തസ്നി അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇസ്തിരി എന്ന് പറഞ്ഞാൽ സൈന മൂവിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സൈന മൂവി ഇസ്തിരി ഷോർട്ട് ഫിലിം തസ്നി ചിലവരൊക്കെ 10 മിനിറ്റ് നേരം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കും, യൂട്യൂബിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു. ഇതിന്റെ ഔട്ട് ഇറക്കി കഴിഞ്ഞപ്പോ ഫസ്റ്റ് സിദ്ദീഖ് സാറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട്, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. 2 ദിവസത്തെ ഷൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു സിദ്ദീഖ് സാറിന്. സിദ്ദീഖ് സാർ കണ്ടു കഴിഞ്ഞ് എണീറ്റിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കൈ തന്നു. നന്നാ, അപ്പൊ നിനക്ക് അറിയാം? ഞാൻ പറഞ്ഞേ അറിയാന്നല്ല, നല്ലൊരു അസോസിയേറ്റിനെ വെച്ചു. നമ്മള് സത്യം പറയണല്ലോ. എനിക്ക് അഭിനയിച്ചത് മാത്രമല്ല, ഞാൻ അഭിനയിക്കുമ്പോ ആക്ഷനും കട്ടും പറയുന്ന ഒരു ഡയറക്ടറുടെ പൊസിഷൻ എനിക്കിത് എങ്ങനെ ഈ സീൻ എടുക്കണം എന്നറിയാം. പക്ഷെ അത് ഡിവൈഡ് ചെയ്തിട്ട് ക്ലോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. അപ്പൊ അതിന് നമുക്ക് നല്ലൊരു അസോസിയേറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ എടുക്കാം. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സർ, നല്ലൊരു അസോസിയേറ്റ് എനിക്കുണ്ടായിരുന്നു. അത് മതിയല്ലോ, എനിക്ക് ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ എല്ലാണ്ട് ഞാൻ ഡയറക്ടർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇത്രമാത്രം തസ്നിക്ക് ബുദ്ധിയോ എന്ന്. ഇതിപ്പോ ഷോർട്ട് ഫിലിമിലേക്കായിട്ട് മാറി, ബട്ട് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ വന്നിട്ടുണ്ടോ? എന്റെ പൊന്നു മോളെ, മലയാളത്തിലേ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം മലയാള സിനിമാക്കാര് എന്നെ ഓർക്കുന്നുണ്ടോ പോലെ എനിക്കറിയില്ല. അതൊരിക്കലും അതല്ല, ജനങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോ ഞാൻ ചെയ്ത ചെറിയ ഈ 200 ലോഡ്ജ്, ഈ ബ്യൂട്ടിഫുൾ പോലത്തെ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ അതൊക്കെ ഓർക്കും. പക്ഷെ മലയാള സിനിമയിലെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒന്നും ഈ തസ്നിക എന്ന് പറഞ്ഞിട്ടൊന്നും ഓർക്കുന്നത് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. നമുക്ക് തുറന്നു പറയാലോ. കാരണം വന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റുകൾ, വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും അലിവ് തോന്നിയിട്ട് ഇത് നമ്മൾ തസ്നി ചെയ്താൽ ചിലപ്പോൾ
നന്നാവും എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. ഇപ്പൊ എന്റെ രാശി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ടാണോ പോയത് സീരിയലിലേക്ക്? അല്ലല്ല, ബ്രേക്ക് ഒന്നുമല്ല, വർക്ക് സിനിമയിൽ ഇല്ലാത്തതുകൊണ്ടാ. ബ്രേക്ക് അല്ല, അതായത് സിനിമ ഇങ്ങനെ ഒരു കൊല്ലം ചിലപ്പം ഒരു വടക്കേ ആയിരിക്കും. എങ്ങനെ ജീവിക്കും നമ്മള്? എന്റെ കുടുംബത്തിന് എനിക്ക് നോക്കണ്ടേ? എന്റെ ഉപ്പച്ചി മജീഷ്യനാണ്, മാജിക് എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ സിസ്റ്റർ കാര്യങ്ങള് എല്ലാം നോക്കണം, വീട്ടിന്റെ വാടക. ഇപ്പഴല്ലേ സ്വന്തം വീടൊക്കെ ആയത്. അപ്പം എന്ത് ചെയ്യും? സിനിമാല ഡയാന ചേച്ചി ആണ് ഡയറക്ട് ചെയ്യുന്നത്. അതൊരു ലേഡിയാണ്, എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റില്. അപ്പൊ ഞാനും സുബിയാണ് അവിടെ ഉണ്ടാവാറ്. അപ്പൊ സിനിമാല ചെയ്യും. പിന്നെ ഇടയ്ക്കുള്ള ഗൾഫ് ഷോസ്, പിന്നെ സീരിയല്. അന്ന് യന്ത്ര മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു തന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ശ്യാം സുന്ദർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ആയിരുന്നു, പുള്ളി മരിച്ചുപോയി. അപ്പൊ ഈ യന്ത്ര മീഡിയയുടെ ഗോകുലം, സ്ത്രീ, സ്വരരാഗം, സമയം, അങ്ങനെ കുറെ സീരിയൽ ഏഷ്യാനെറ്റ്. അപ്പൊ അതിലൊക്കെ സീരിയലില് ഇപ്പൊ സിനിമ എന്ന് പറയുന്നതേ ആൾക്കാർ, സിനിമ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഞാൻ വിട്ടത് തന്നെ. ഞാൻ സിനിമയിൽ ഒരു മസ്റ്റും അല്ല, എനിക്ക് സിനിമയിൽ ചാൻസ് ഇല്ല. അന്ന് മുഴുവനും ക്യാരക്ടർ റോളുകളും കോമഡി ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രങ്ങളും മുൻപിൽ നിൽക്കുന്നത് കൽപ്പന ചേച്ചിയാണ്. കൽപ്പന ചേച്ചി എന്നെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ബിന്ദു പണിക്കരാണ്. അപ്പൊ ക്യാരക്ടർ റോളുകൾ ബിന്ദു പണിക്കരും ചെയ്യുന്നു. പിന്നെയാണ് ഉണങ്ങിയിരിക്കുന്ന ഞാനാണെങ്കിൽ മെലിഞ്ഞ് വലിയ ഗ്ലാമറും ഇല്ല, മെലിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ജഗ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ടാകുമ്പോ ഈ തെസ്നികാൻ ആരും ഓർക്കൂല. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനിപ്പോ പണ്ടത്തെ പടം വയ്ക്കുമ്പോ ഇവർക്കൊക്കെ എന്നെ എടുക്കാൻ തോന്നിയല്ലോ എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അന്ന് ഗ്ലാമറാ, കുറച്ച് കളറും കുറച്ച് ഇടുപ്പും ഒക്കെ വേണം സിനിമയിൽ. ഇപ്പൊ ഗ്ലാമറേ വേണ്ട, മുഖം തുടച്ച് കയറാൻ പറയും, ലിപ്സ്റ്റിക് പോലും ഇപ്പൊ ഇപ്പം നാച്ചുറൽ ആണ്, ലൈവാണ് സിനിമ. ഇപ്പം പ്രോമിറ്റിംഗ് ഇല്ല, ഒരുപാട് മാറി. അതാണ് എന്റെ ജീവിതത്തിലെ ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ചില്ലെങ്കിലും സിനിമ മാറിയല്ലോ. ഒരു മെസ്സേജ്, ആക്ടിംഗ് എല്ലാം സൂപ്പർബായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ചേവൂര്യൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ തെസ്നി ചേച്ചിയെ ഓർമ്മ വരുന്നത് മെയിൻ സീൻ കാര്യസ്ഥനിലെ സുരാജിന്റെ കൂടെയുള്ള ആ ഒരു സോങ്, അനുരാഗ അതിലേറെ ആ ഷൂട്ടിംഗ് നല്ല രസമായിരുന്നു കേട്ടോ. ആ സീൻ എടുക്കുമ്പോൾ, ആ സീൻ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്റെ എക്സ്പ്രഷൻ എടുത്തത്. ഞാൻ ഓടി വരുന്നു, എന്നിട്ട് ഈ പാട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സുരാജിനോട് എങ്ങനെ എക്സ്പ്രഷൻ കാണിക്കണം ഫേസിന് എന്നാണ്. കാരണം കാത്തു നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരികയല്ലേ, പടിമേലെ നിൽക്കും ചന്ദ്രനോ സുരാജ്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലാണ്, സുരാജിനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാനത് ഫുൾ ക്ലോസ് എടുത്തു കഴിഞ്ഞപ്പം ആൻഡോ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ആൻഡോ ജോസഫ്. അപ്പം ആൻഡോ ജോസഫ് പറഞ്ഞു, തെസ്നി ഇവിടെ തകർത്തിട്ടാണ് പിടുത്തിരിക്കുന്നത്, ഇനി സുരാജിന്റെ കയ്യിലാണ് അത്. സുരാജ് മീശ വിരിക്കാൻ തുടങ്ങി. ഈ സുരാജിന്റെ ടെൻഷൻ ആകുമ്പോ മീശ വിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ സുരാജിനെ വെട്ടിക്കാൻ ആർക്കും പറ്റൂല, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ സുരാജ് അത് ചെയ്തു കഴിഞ്ഞ് രണ്ടും കൂടി പിന്നെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര കയ്യടിയായിരുന്നു. അതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം തെസ്നി ഖാന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട്. വിളിക്കുന്ന നമ്പർ 1331072. തെസ്നി, അതുപോലെ സലിമേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സലിം കുമാർ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇപ്പോൾ കോമഡി പടങ്ങളില്ല, കോമഡി ഉണ്ടാക്കാനുള്ള അനുഭവങ്ങൾ പുതിയ സിനിമാക്കാർക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഫുൾ ടൈം ഒരു കോമഡി സിനിമ ഇന്ന് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചാബി ഹൗസ് പോലെയോ അല്ലെങ്കിൽ ഒരു പാണ്ടിപ്പട പോലെയോ എല്ലാവരും ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞിട്ട് എത്ര നാളായി, ചിരി കുറയുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് തെസ്നിക്ക് പറയാനുള്ളത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. രതീഷാണ്. സസ്നിത്താക്ക് ഒരു വലിയ സലാം. എന്തുകൊണ്ട് സസ്നിത, എങ്ങനെയുണ്ട് ഞങ്ങളെ ബഹ്റൈൻ? ബഹ്റൈൻ ഓക്കെ, നല്ല ഒരു കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. പഴയ പോലെ തന്നെ ബഹ്റൈന് മാറ്റങ്ങൾ ഒരുപാടുണ്ട്, മനുഷ്യർക്ക് മാറ്റങ്ങളൊന്നും ഇല്ല. അതാണ് ഞങ്ങളുടെ ബഹ്റൈൻ, മനുഷ്യർക്ക് ഒരു മാറ്റമില്ലാത്ത സ്നേഹമുള്ള ബഹ്റൈൻ. പിന്നെ തസ്നിത്തയുടെ സിനിമകളും എല്ലാം നമുക്ക് അടിപൊളി ഇഷ്ടമാണ്. അടിപൊളി അഭിനയം.
അന്ന് ഇന്നും തസ്നിത്താടെ ചിരി അതിന് ഒരു മാറ്റമില്ല. അൽഹംദുലില്ലാ അങ്ങനെ തന്നെ പോട്ടെ എന്ന ആ ചിരിക്ക് വർഷങ്ങളായിട്ടും അതേ സെയിം ഇതാണ്. അതാണ് തസ്നിത്ത ഓർമ്മ വരിക നമുക്ക് ആദ്യം. ആ ചിരിയും ആ മുഖം നമുക്കത് എപ്പോഴും ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു മുഖമുദ്ര പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ വേറെ എന്തൊക്കെയാ? ഓക്കെ പ്രാർത്ഥിക്ക്, അല്ലാണ്ട് ദുആ ചെയ്യ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പഠിച്ചോനെ എല്ലാവരും ആക്കി കൊടുക്ക്, എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആക്കി കൊടുക്ക്, രോഗങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ ഒരു നല്ല ന്യൂ ഇയർ ആവട്ടെ, പ്രോഗ്രാമുകൾ നിറയട്ടെ, സിനിമകൾ വരട്ടെ. പിന്നെ 100 ഷിബുവിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങളെ ബഹറിന്റെ മുട്ടുകളാണ് 2 പൗരങ്ങള്. അതെ, ഭയങ്കര രസാ വൈബ ഇവര് രണ്ടുപേരും. അയ്യോ ടോം ആൻഡ് ജെറി, ഞങ്ങളെ ടോം ആൻഡ് ജെറിയാ. അതെ അതെ അതെ. ഉപ്പില്ലാത്ത കറി പോലെ രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് വന്ന പോലെയല്ല ഇപ്പൊ ഞാൻ വന്നത്. ഞാൻ ഇവര് രണ്ടുപേരുടെയും ഭയങ്കരമായിട്ട് അറിയാവുന്ന കുടുംബം പോലെ അറിയുന്ന ആൾക്കാരാണ്. ഒന്നുകൂടി ഇമ്പം കൂടും. നൂറിന്റെ വാപ്പാനെ അറിയാം, നൂറിനെ അറിയാം, അതുപോലെ ഷിബുനെ എല്ലാം. ഇവര് എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫാമിലി മെമ്പർ പോലെയാ, ഒരു ഫാമിലി മെമ്പർ. അതാ അപ്പൊ ഒന്നുകൂടി ഒരു നിങ്ങളുടെ സംസാരം നമുക്ക് ഒന്നുകൂടി ആസ്വാദകമാക്കും. ഒരു അപരിചിത പോലെ അല്ലാതെ നമുക്കൊരു കേൾക്കുന്ന രസാ. പിന്നെ 100 ഷിബുത്തന്റെ കൂടെ പിടിച്ചിരിക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നും പോരാ, രണ്ടും കൂടി അങ്ങ് തകർക്കും. ഞങ്ങള് ബിരിയാണി മേടിച്ചു തരാം രതീഷ്. അതല്ല ഉള്ളത് നമ്മള് പറയണമല്ലോ. ഇത് ചില സമയത്ത് ഈ ഷിബുച്ചായ ഒരു മുങ്ങും. അന്നേരം നമുക്ക് ആ ഒരു 100 കഷ്ടപ്പെടുമ്പോ ഒരു സുഖം കിട്ടൂല. ഇവര് രണ്ടാളും വന്നു കഴിയുമ്പോ ആ ഒരു അടിയും പിടിയും കേൾക്കുമ്പോ നമുക്കൊരു അടിയും പിടിയും കേൾക്കാനാണ് ആൾക്കാർ ഇൻട്രസ്റ്റ്. സന്തോഷം കേട്ടോ രതീഷ്. വേറൊരു കോൾ കൂടി ലൈനിലുണ്ട്. താങ്ക് യു രതീഷ്. ഹലോ ഹലോ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് അനീഷ്. ഹായ് അനീഷ്, വെൽക്കം. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനോട് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ അനീഷേ. ഹലോ, നമസ്കാരം ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. തസ്നി ചേച്ചി എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ സിനിമാലയാണ്. ഒരു സമയത്ത് അല്ല ചേച്ചി, എന്റെയൊക്കെ കുഞ്ഞുനാളില് അന്നൊന്നും ഇത്രയും TV പ്രോഗ്രാം, ഇത്ര കോമഡി ഷോസ് ഒന്നും ഇല്ലായിരുന്നു ഏഷ്യാനെറ്റിലൊക്കെ. അന്ന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നോക്കിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതെ 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 അതെ. സിനിമാലയാണ് ആകെ ഒരു സമാധാനം. അതെ, സിനിമയാണ്. അന്നത്തെ എല്ലാവരും എവരുടെ ഫേവറേറ്റ് ആയിരുന്നു. 1000 എപ്പിസോഡ് കഴിഞ്ഞു, അതുകൊണ്ടാ നിർത്തിയത്. അത് കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ എല്ലാവരും മറിമായത്തിലേക്ക് പോയത്. അതെ 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 അതെ. പക്ഷെ അന്ന് ആ സിനിമയിലേക്ക് കിട്ടിയ പോലെ ഒരു ഇമ്പാക്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു പ്രോഗ്രാമിനും കിട്ടിയിട്ടുണ്ടോ? അതെ അതെ. അതപ്പം ഇനി വരണം, വീണ്ടും തിരിച്ചു വരണം. അത് എനിക്ക് ഓർമ്മയില്ല ഇനി വരുമോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴും അത് ഓർത്തിരിക്കാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അയ്യോ, ഞങ്ങളെ പോലുള്ള 90s കിഡ്സിനൊക്കെ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു. ഡയാന ചേച്ചിയോട് പ്രത്യേകം പറയുന്നുണ്ട് അത്. തീർച്ചയായിട്ടും. സുഖം അനീഷ, സുഖമായിരിക്കുന്നു. സുഖം അനീഷേ, എല്ലാവരും ഹാപ്പി. താങ്ക് യു കേട്ടോ വിളിച്ചതില്. അനീഷ് പറഞ്ഞത് വളരെ ശരിയാണ് തസ്നി. അതായത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് 100 ചില ആഗ്രഹങ്ങളുണ്ടാവും. ഒരു മിമിക്രിയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കുണ്ടാകാവുന്ന ചില ആഗ്രഹങ്ങൾ. 1, കൊച്ചിൻ കലാഭവനിൽ മിമിക്രി ചെയ്യണം. 2, ദേ മാവേലി കൊമ്പത്ത് നാദശിക്കാട് ആ ഒരു കാസറ്റിൽ ഒരു ചെറിയ വേഷം നമുക്ക് കിട്ടണം. വന്ന് പോകുന്ന ഒരു സംഭവം മതി, ആ ഒരു കാസറ്റിൽ നമ്മുടെ ശബ്ദം ഒന്ന് വരണം. പിന്നെ 3, സിനിമാലയില് ഇതായിരുന്നു. അത് കറക്റ്റ് ഒരു ചെയ്തല്ലോ അല്ലേ. ഞാൻ അന്ന് പണ്ടും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനേ ഉണ്ടായി, എന്റെ സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടുള്ളത് പറഞ്ഞ പോലെ കൂടെ ഉണ്ടായിരുന്ന ചില സഹപ്രവർത്തകരുണ്ട്. ഇപ്പോ പ്രസീതയുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സുബി ഒരിക്കലും നമുക്ക് നമ്മുടെ സുബി. പിന്നെ നമ്മുടെ പ്രിയങ്കയുണ്ട്. പ്രിയങ്ക കോമഡി ചെയ്തിട്ടില്ല അല്ലേ? ഞങ്ങളുടെ ഗ്യാങ്ങിലല്ല അവര്. പിന്നെ പിന്നെ സിനിമ ചെയ്തോണ്ടിരിക്കും. ദേവി ചന്ദനയുണ്ടോ? ദേവി, സുബി ആണ് കൂടുതലുണ്ടായിരുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ പിന്നെ വന്നത് പിന്നെ പ്രസീത മേനോൻ കഴിഞ്ഞിട്ട് വന്നത് സുബി കഴിഞ്ഞ് വന്നത് ദേവി ചന്ദന. അപ്പൊ ഇവരാണ് അന്ന് സ്കിറ്റുകളിലൊക്കെ സ്ത്രീ സാന്നിധ്യം. എല്ലാവരും എന്താണ്
ടകടക എല്ലാരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അയ്യോ ഇപ്പോഴും ദേവി ചന്ദന അടിപൊളി ഡാൻസും ഭയങ്കര ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാ അസോസിയേഷൻ എന്ന് പറഞ്ഞ മിമിക്രി അസോസിയേഷന്റെ എല്ലാമാണ്. ഭയങ്കര വൈബാണ് അവര് ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100 പേര് ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് നിന്ന് ചെയ്യും ദേവി. അങ്ങനെ ഇപ്പോഴും മിടിക്കുകയാണ്. എന്തുപറ്റി? അല്ല അങ്ങനെ നൂറിന് എന്താ വിഷമം? അല്ലല്ല നൂറിന്റെ വിഷമം അല്ലല്ല നൂറ് തുറന്ന് പറയണത്. അല്ല എന്നാലും തസ്നിത്തൊക്കെ ഇവിടെ വന്നിട്ട് നമ്മള് വെറുതെ ഒരു എന്താ പറയാ ഒരു സ്കിറ്റ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ അവതരിപ്പിച്ച ജനങ്ങൾ കാണുമോ? കാണില്ല. പക്ഷെ നമ്മൾ ശബ്ദത്തിൽ കൂടെ ഇവിടെ എല്ലാം ശബ്ദത്തിൽ കൂടെയാ. നൂറിന് അതാണോ പ്രശ്നം? എന്റെ അതാ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ടിട്ടു. നൂറിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനത് സോൾവ് ചെയ്യും. ഒന്ന് സോൾവ് ചെയ്യും ബ്രോ. ഒരു പാട്ടിട്. അപ്പൊ ഇനി പാട്ട് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പുള്ളിപ്പുലിയിലെ പാട്ടിടാ, അല്ലെങ്കിൽ പോക്കിരി രാജയിലെ പാട്ട്. ഒരു കാര്യം ഡയമണ്ട് നെക്ലേസിൽ ആയാലോ? ഡയമണ്ട് നെക്ലേസ് ജോസിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചതാണ്. എന്നാ പിന്നെ തെസ്നെ ആ ഒരു പാട്ട് കേട്ടാലോ? നമുക്ക് കേൾക്കാലോ. പിള്ളേരൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്നാ എടിയേ അമ്മണിയേ, നിങ്ങൾ ഇതെവിടെ പോയി കിടക്കുക മനുഷ്യ? ഞാൻ ഇവിടെ എത്ര സമയമായി നിന്നെ അമ്മണിയെ എന്ന് വിളിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. നിങ്ങളെ വിളിക്കുമ്പോ ഓടി വരാൻ എനിക്ക് വേറെ പണിയില്ലേ? പണ്ടത് കാര്യം. മോളെ അമ്മണി, നമ്മുടെ ചിഞ്ചു എന്തിയേടി? ചിഞ്ചുവിനോട് ഇരുന്ന് പഠിക്കെന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ആ ചിഞ്ചു ആണല്ലോ വരുന്നത്. മോളെ ഇങ്ങോട്ട് വാ ചിഞ്ചു. കളിച്ച് നടക്കും. കരച്ചിലാണല്ലോ. എന്തിനാ നീ ഇപ്പൊ കരയുന്നത് ചിഞ്ചു? ഇതല്ലേ ഇവിടെ പറ്റിയിരിക്കുന്നത് എന്റെ ചിഞ്ചു. കണ്ണം കണ്ടൂടെ കുഞ്ഞെ? നീ എവിടെ പോയതായിരുന്നു? പറഞ്ഞ അപ്പൂപ്പന്റെ അടുത്ത് പറ, എവിടെ പോയതായിരുന്നു? ശിവാങ്കിന്റെയും പിന്നെ ആന്റിന്റെയും ഒക്കെ ഈ ഡ്രൈവിന് പോയപ്പോ എന്ത് അതാണ് എന്റെ കുഞ്ഞ് കരയുന്നത്. അല്ല എനിക്ക് പാല് കിട്ടാത്തോണ്ട് കാര്യം. പക്ഷെ നിങ്ങളെ വൈബ് കാണുമ്പോ എനിക്ക് സന്തോഷം വരും. കുഞ്ഞ് കരയല്ല കേട്ടോ. ഒരു കാര്യം പറയാത്ത ചിന്തു മോള് പരീക്ഷയ്ക്ക് പഠിച്ച അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ നീ ഒരു ചോദ്യം ചോദിച്ചേ ചിന്തുവിന്റെ അടുത്ത്. എന്നാ പറ, നീല നിറത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നീല നിറത്തില് ഇംഗ്ലീഷില് ബ്ലൂ. അങ്ങനെയാണെങ്കിൽ നീല നിറത്തിൽ ബ്ലൂ, അങ്ങനെയാണെങ്കിൽ നീലത്തിന് എന്ത് പറയും ഇംഗ്ലീഷിൽ? എന്താണെങ്കിലും അതിനൊരു വലിയ താങ്ക്സ് പറയാം കേട്ടോ ആ ബ്ലൂം ആയതിന്. എന്തായാലും എന്താ നൂറിന്റെ വിഷമം മാറിയില്ല? മാറി താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഇടയ്ക്ക് ഒന്ന് ചോദിച്ചിരുന്നു, നമ്മുടെ സലിമേട്ടൻ പറഞ്ഞൊരു കാര്യം. ഇപ്പോ ഒരു ഫുൾ ടൈം ഒരു കോമഡി സിനിമ ഇറങ്ങുന്നില്ല. സിനിമ അതായത് അനുഭവങ്ങളിൽ നിന്നാണ് കോമഡികൾ ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ സിനിമാക്കാർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു ഇന്റർവ്യൂവില് സലിമേട്ടൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇതിനോട്? എന്താണ്? ഞാൻ യോജിക്കുന്നു. കാരണം സലീം പറഞ്ഞ 100% സത്യമാണ്. നല്ല പണ്ടത്തെ പോലത്തെ ഒരു CID മൂസ, അതേപോലെ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന പോലത്തെ സിനിമകൾ ഇപ്പം വളരെ പ്രയാസമാണ് കിട്ടാൻ. വരുമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് മെക്കാട്ടിൻ സാറിനോട് സംസാരിക്കേണ്ടായിരുന്നു. ഒരു മാക്ടയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡയറക്ടേഴ്സിന്റെ. അപ്പം ഞാനും മെക്കാട്ടിൻ സാറും ജോസ് തോമസ് സാറുമാണ് സ്കിറ്റ് ചെയ്തത്. അപ്പം ഇങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ മെക്കാട്ടിൻ സാർ പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഉണ്ടാവണം. കാരണം പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? അവരിൽ ഭൂരിപക്ഷം പേര് ഇപ്പൊ നമുക്കുള്ളടുത്ത് ഇല്ല. അതാണ് ഒരു വിഷമം. കണ്ട അന്നത്തെ ലെജൻസ് എന്ന് പറഞ്ഞത് ഇപ്പത്തെ പോലെ മാളച്ചേട്ടനും കുതിരട്ടൻ പപ്പും ശങ്കരാടി ചേട്ടനും ഒടുവിലാനും മാമുക്കാക്കിയും ഒക്കെ അങ്ങനെ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ അതൊരു വേറെ വൈബാ. അതുപോലെ ആരുമില്ല ഇപ്പം. അവർക്ക് പകരം വെക്കാനും ഇല്ല. അപ്പം അവരുടെ കാലം കഴിഞ്ഞ് അവരൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് ഡയറക്ടേഴ്സിനുണ്ട്. ഇവൻ സത്യൻ സാറിന് വരെ, സത്യൻ അന്തിക്കാടിന് വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല പടങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെക്കാട്ടൻ സാർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തിരിച്ചു വന്ന് നല്ല
നല്ല ഒരു കോമഡി സിനിമ വീണ്ടും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും വരട്ടെ. സലീം പറഞ്ഞ പോലെ അടിപൊളി കോമഡി, ആൾക്കാർ ചിരി ചൂപ്പാടിളകുന്ന സിനിമകൾ വരട്ടെ നമുക്ക് വിചാരിക്കാം. ഒരു സിനിമാ താരം എന്ന നിലയിൽ കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? എൻ്റെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 14 വർഷമായി കാര്യസ്ഥം എന്ന് പറഞ്ഞൊരു സിനിമ. ഈ 14 വർഷം ഇപ്പോഴത്തെ അന്ന് ജനിച്ച കുട്ടിക്ക് ഇന്ന് 14 വയസ്സായിട്ടുണ്ടാവും അല്ലേ? ഞാൻ 1 വയസ്സായപ്പോ ചെയ്തതായിരിക്കും കാര്യസ്ഥൻ. ആ കുട്ടികൾ പോലും ഇപ്പൊ എന്റെ ഓഡിയോ വന്നിട്ട് കാര്യസ്ഥൻ ചേച്ചി കാര്യസ്ഥൻ അപ്പൊ ഇപ്പോഴും TV-യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് അഭിനയ സാധ്യത കിട്ടിയ പടം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, മമ്മൂക്കാടെ കൂടെ ഒരു പടം ചെയ്തു. അതൊക്കെയാണ് എനിക്ക് അഭിനയ സാധ്യതയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് സ്ക്രിപ്റ്റ്. അനൂപ് മേനോൻ ബ്യൂട്ടിഫുള്ളിൽ ഒരു 4 സീനിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പോയതിന്റെ ശേഷമാണ് ഹീറോയിൻ വരുന്നത്. അതിൽ നന്നായി അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് എന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക്. അതേപോലെ പോക്കിരി രാജയിൽ ഉദയകൃഷ്ണ, CBK തോമസ്, സലീം കുമാറിന്റെ വൈഫായിട്ട് ഒരു 2-3 സീനുള്ളൂ എനിക്ക്. അത് തന്നത് ഇഷ്ടമായതുകൊണ്ടാണ് അവർ കാര്യസ്ഥയിൽ ത്രൂ ഔട്ട് റോള് തന്നത്. അപ്പം അങ്ങനെ ഒരെണ്ണത്തിൽ ബസ്റ്റ് കൊടുത്തതുകൊണ്ടാണ് പിന്നെ എനിക്ക് കിട്ടി തുടങ്ങിയത് പടങ്ങള്. അത്രേ ഉള്ളൂ. അന്ന് ഞാൻ അങ്ങനെ പടങ്ങൾ കിട്ടി തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഒരുപാട് രക്ഷപ്പെടാൻ സാധിച്ചു. എൻ്റെ കുടുംബത്തിന് കൂടുതലും രക്ഷപ്പെടാൻ സാധിച്ചു. ഞാൻ കൊച്ചൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വാങ്ങിച്ചു. എറണാകുളം തമ്മനം. ആകെ 900 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര സ്വന്തം എന്ന് പറയാൻ എറണാകുളം പോലത്തെ മെട്രോപോളിസ് സിറ്റിയില് ഒരു ചെറിയൊരു കാറും ഒരു ചെറിയൊരു ഫ്ലാറ്റും മേടിക്കാന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതും ഇത്രയും വർഷമായിട്ടാണ് എനിക്കത് സാധിച്ചത്. അതും എൻ്റെ ഈ കാര്യസ്ഥൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പടങ്ങൾ കിട്ടിയ ആ പൈസ സേവ് ചെയ്തത് കൊണ്ടാണ്. അത് എനിക്ക് കൂടുതലും അതിനൊരു പിന്നെ മുൻഗണന എടുത്തത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ പടം ഞാൻ അടുപ്പിച്ച് കുറച്ച് ചെയ്തു. ഞാൻ കമ്മത്ത്, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തപ്പോ പോക്കിരി രാജ. അപ്പൊ മമ്മൂക്ക എന്നെ വിളിച്ചു, പെനക്കൊക്കെ വെച്ച് തുടങ്ങി, നീ നിനക്ക് വേണ്ടി ജീവിക്കൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ സേവ് ചെയ്തിട്ട് ഒരു സ്വന്തം എന്ന് പറയാൻ അപ്പം അത് നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് പേടിച്ചു. പിന്നെ അടുത്ത സിറ്റി കാണുമ്പോ മേടിച്ചോ, ഫ്ലാറ്റ് മേടിച്ചോ. ഞാൻ പറയും മമ്മൂക്ക 75 ലക്ഷം, 1 കോടി, ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ വരും, അത് ശരിയാവും. ഇങ്ങനെ ഇത് പറയുമ്പോഴേ ഞാൻ ആലോചിക്ക, ഈ ചെറിയ പൈസക്ക് കിട്ടുന്ന എനിക്ക് എങ്ങനെയാ പഠിച്ചോനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക എവിടെന്നെങ്കിലൊക്കെ. അതാണ് ഒരു എല്ലാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊരു കാറ് മേടിച്ചാലാരാ നമ്മുടെ ഐശ്വര്യം. നമ്മളൊരു വീടിൽ ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് ലോൺ എടുത്തില്ല എന്ന് വരും. പക്ഷെ ലോൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റേജായിട്ടും ഗൾഫായിട്ടും എന്തെങ്കിലുമൊക്കെ ചില്ലറ അത് കൊടുക്കാൻ സാധിക്കാന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. എന്റെ ജീവിതം എന്നെ തെളിയിച്ചു. നമ്മൾ ആ ഒരു കലയെ അതുപോലെ പറയുന്നത് ഈ 34 വർഷമായിട്ട് എനിക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വളരെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയില്. പക്ഷേ എനിക്കൊറ്റ കാര്യം പറയാനേ ഉള്ളൂ, നമ്മൾ ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ അപ്പം നോ പറയുകയാണെങ്കിൽ അത് അപ്പം കൊണ്ട് അവസാനിക്കേണ്ട കാര്യമുള്ളൂ. അത് പിന്നീട് നോ പറയാതെ എല്ലാത്തിനും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ, ഇതിനൊരു അർത്ഥമില്ല. ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് അത്ഭുത തോന്നുന്നത്, നമുക്കും അനുഭവം ഇല്ല എന്നല്ല പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരാണ്, മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കും. അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ സാറേ, എനിക്ക് നമുക്ക് താല്പര്യമില്ല, അങ്ങനെ ഇട്ടേക്ക്, നമ്മൾ ഇങ്ങനെയൊക്കെ പോയിക്കോളാം. അതുകൊണ്ടാണല്ലോ ഞാൻ അന്നും ഇന്നും വലിയ പൊങ്ങിയിട്ടുമില്ല, അങ്ങനെ കാലാന്നിട്ടുമില്ല, ഇങ്ങനെ ഒരേപോലെ പോണത്. പക്ഷെ ഈ പോക്കെന്ന് പറയുന്നത് ഹാപ്പിയാണ്. ആർഭാടമായ ജീവിതം നയിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ. എന്റെ പാരന്റ്സ് എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്, എന്റെ ഫാദർ എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കുണ്ടോ നമ്മ അത് സന്തോഷിക്കുക, അതിൽ സന്തോഷിക്കുക. അല്ലെങ്കിൽ ഞാനൊരു സെലേരിയോ മേടിച്ച് മറ്റേ ബീനാന്റണി ഒരു ബെൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മേടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ
എന്റെ ജീവിതം വേറെ രീതിയിലേക്ക് പോകും. ഈ സാലറി കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുക. അതാണ് വേണ്ടത്. അതെ, എന്തായാലും ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ തീർച്ചയായിട്ടും. അത് എവിടെയും എനിക്ക് എപ്പോഴും പറയാവുന്ന ഒരു കാര്യം തന്നെ. പ്രൗഡായിട്ട് തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാണ് എന്റെ ജീവിതത്തിലെ സന്തോഷം ഇപ്പോഴും. അതെ, ആ ഒരു സന്തോഷമാണ് മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ. എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ നമ്മുടെ ഉമ്മ വാപ്പ അവര് സന്തോഷിച്ചിരിക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു മുട്ടിപ്പില്ലാണ്ടിരിക്കുക. പാരന്റ്സിനെ നോക്കുന്നതാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു അവരെ നമ്മൾ പൊന്നുപോലെ നോക്കുക, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് ബർക്കത്ത് തരും. അതെ, തീർച്ചയായിട്ടും, അതിലൊരു സംശയമില്ല. അപ്പോ തസ്നി, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സംസാരിച്ചിരിക്കണമെന്നുണ്ട്. സത്യത്തിൽ ഞങ്ങൾ പറയാറുണ്ട് സമയം പോകുന്നു, സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും കാണാലോ. കാണാം. നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാക്സ് ഫാഷൻസ് നൽകുന്ന 10BDയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിരുന്നു നമ്മുടെ ലിസണറിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷെ ഇത് കറക്റ്റ് ആണ്. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ടുണ്ടോ? ഞാനോ? എങ്ങനെ മനസ്സിലായി? ഫസ്റ്റ് കോപ്പി അടി ഒന്ന് പറയാം ഞാൻ പെട്ടെന്ന്. അതായത് നമ്മുടെ പൈസയുടെ ബാക്കിൽ ഇന്ത്യയുടെ പടം അതെ, ഇന്ത്യ സ്ഥലങ്ങളല്ല, ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാവും. അത് ഞാൻ കാശ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കി വരച്ചിട്ടുണ്ട്. അത് എനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ചെയ്താൽ മതിയായിരുന്നു ആ സമയത്ത്. അപ്പൊ ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ജയിൽ ശിക്ഷ കിട്ടുന്ന രാജ്യം ഏതാണ്? അങ്ങനെ ഒരു രാജ്യമുണ്ട്, നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയതാ. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാലോ? ഗൾഫ് തന്നെയാണോ? അല്ല, വേറെ ഭയങ്കര ഫേമസ് സ്ഥലമാണത്. അവിടുത്തെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ചിലപ്പോ പറയാറുണ്ട്. ചൈനയാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഒരുപാട് എനിക്ക് സമ്മാനമുണ്ട്. സമ്മാനം കിട്ടിയ ഒരു ലിസണറിന്റെ പേര് ഇവിടെ സ്കൂളിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആൻസർ. അതെ, കണ്ടോ, അതാ പറഞ്ഞത്. നമ്മൾ നല്ല ക്വസ്റ്റ്യൻ കൊടുത്തു, കുട്ടി നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, ആൻസർ പറഞ്ഞു. അപ്പോ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് അനൂപ് അബു. കൺഗ്രാറ്റുലേഷൻസ് അനൂപേ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മോന് സമ്മാനം കിട്ടിയതില്. ഓക്കെ, ശരി ഉത്തരം ചൈനയാണ്. അപ്പോൾ ഒരു മെസ്സേജ് കൂടി വായിച്ചിട്ട് നമുക്ക് ഇന്ന് ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് മഹേഷ് മുണ്ടക്കയാണ്. തസ്നി, മഹേഷ് നല്ലൊരു നടനാണ്, നല്ലൊരു ആക്ടറാണ്. മഹേഷ് കുഞ്ഞുമോനുണ്ട് നമുക്ക്. അടിപൊളിയാ. മഹേഷ് മുണ്ടക്ക മെസ്സേജ് അയച്ചിരിക്കുന്നു. അമ്മണി അമ്മൂമ്മയും ചിഞ്ചുമോളും വല്യപ്പച്ചനും പൊളിച്ചു. തസ്നി ഖാനെ പോലെ വലിയൊരു നടിയെ നമ്മുടെ 107.2 ലൈവിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചതിനും അവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചിരിക്കുമ്പോൾ ആ ചിരി ബഹ്റൈനിലെ പല കോണുകളിലിരുന്ന് ലൈവ് ചിരി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. സ്നേഹത്തോടെ മഹേഷ് മുണ്ടക്കെ. താങ്ക് യു മഹേഷ്. അപ്പോൾ തെസ്നി, ഞങ്ങളും സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തി സ്കിറ്റ് പൊളിച്ചുട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പൊ വലിയ പ്രോപ്പർ ഒന്നും ആയിട്ടില്ല. ഇവരൊക്കെ വലിയ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു ചെറിയൊരു വ്യക്തി നമ്മളിപ്പോ വെറുതെ പറഞ്ഞു നോക്കിയതാ. സത്യം, ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ല. അപ്പൊ തെസ്നി, വലിയ സന്തോഷം ലൈവ് എഫ്എമ്മിന്റെ ഭാഗത്ത് നിന്ന്. ഷിബു, ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം. നൂറിന്റെയും ഷിബുന്റെയും കൂടെ ഇരിക്കാൻ പറ്റിയത് കണ്ട്. രണ്ടും നമ്മുടെ പിള്ളേരാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനൊരു സ്റ്റുഡിയോയിൽ വന്നേ എനിക്ക് തോന്നുന്നില്ല. നമ്മളിരുന്ന് വെറുതെ സംസാരിച്ചു കണ്ടപ്പോൾ എന്നേ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ശ്രോതാക്കൾ കേട്ടു, അത്രയേ ഉള്ളൂ. അതെ. നമ്മുടെ ലൈവ് FM ലിസണേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ലൈവ് ഡ്രൈവ് ആണ്. അപ്പം ലൈവ് FM 107.2 ലൈവ് ആകൂ, ജീവിതം ലൈവാക്കൂ. അതെന്താ അവിടെ ഒരു മെലോഡീസ് പോലെ അല്ലേ? ലൈവാകൂ, ജീവിതം ലൈവാക്കൂ. ദൈവത്തിന്റെ ക്ലേറ്റസിൽ മമ്മൂക്കയുടെ കൂടെയുള്ള സീൻ അടിപൊളി. ആൾക്കാർ ഓർക്കുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടമാണ് തസ്നി ഖാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ. പ്രത്യേകിച്ച് ആ ഡാൻസ് പാട്ടുകാരിയായിട്ടാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ജനങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എവിടെ പോയാലും തസ്നിത ചെറിയ എന്നേലും വയസ്സ് കുറഞ്ഞൊരു പോലും എന്നെ തസ്നിത എന്നാ വിളിക്കാം. അപ്പൊ ഞാൻ നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മ വരും. മണിച്ചേട്ടനെ എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതുക്കം അപ്പൂപ്പന്മാർ വരെ മണിച്ചേട്ടാ. സിജു തോന്നിയാമല പരിപാടി പൊളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. താങ്ക് യു സിജു. അപ്പോ
ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദി ഞങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിക്കുവാണ്. അപ്പൊ എല്ലാ ന്യൂ ഇയർ ആയിട്ട് വരാൻ പറ്റി എനിക്കിവിടെ. ഒരുപാട് എല്ലാ ഐശ്വര്യങ്ങളും രണ്ടുപേർക്കും കിട്ടട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ ശ്രോതാക്കളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നല്ലൊരു കൊല്ലമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹമൊക്കെ എനിക്ക് വേണം. മക്കളെ ഇനി സിനിമ ചെയ്യാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. അതെ അതെ, ഇനി ആയിരിക്കും അങ്ങോട്ട്. കാരണം ഞങ്ങളുടെ കൂടെ വന്ന് ഷോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ താങ്ക് യു, താങ്ക് യു സോ മച്ച്.